Hello dear aspirants, I am Dr. Shibin, Sociology faculty, Lead IAS. So, ഇന്ന് നമ്മൾ ഈ വർഷത്തെ UPSC 2024 സോഷ്യോളജി ഓപ്ഷണൽ പേപ്പേഴ്സ് അനലൈസ് ചെയ്യാൻ പേപ്പർ 1 ആൻഡ് പേപ്പർ 2. എന്നെ സംബന്ധിച്ചോളം എനിക്ക് തോന്നിയത് ഈസി ലെവൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ദെൻ ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് ബേസിക്കലി ഡിമാൻഡ് ചെയ്യുന്നത് സബ്ജക്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ GS ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു അപ്രോച്ച് ഉണ്ട്, റിവേഴ്സ് എഞ്ചിനീയറിംഗ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ തിയറി ക്വസ്റ്റ്യൻസ് ബട്ട് അഗെയിൻ നമ്മളെ തിയറി ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ആസ് സച്ച് തിയറി ചോദിക്കുന്നത് കുറഞ്ഞു വരുന്നുണ്ട്. സോ അത് നമ്മൾ അപ്രോച്ചായിട്ട് പറയാറുള്ളത് കീവേഡ്സ് സ്ട്രോങ് ആക്കി വെച്ചിട്ട് ദെൻ അതിൻ്റെ എക്സാമ്പിൾസ് മനസ്സിലാക്കി വെക്കണം കറണ്ട് കോണ്ടെക്സ്റ്റിൽ. പ്ലസ് ദെൻ തിയറി സൈഡ് കോംപ്രമൈസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. പ്ലസ് ആപ്ലിക്കേഷൻ ടോപ്പിക്സ് വരുന്ന സമയത്ത് ദെൻ അതിൻ്റെ അവെയർനെസ്, GS ടൈപ്പ് അവെയർനെസ്, സ്ട്രോങ് അവെയർനെസ് ഉണ്ടായിരിക്കണം. ദെൻ പ്ലസ് എന്താണ്, ആ ക്വസ്റ്റ്യൻസ് വന്ന സമയത്ത് അതിൽ സബ്ജക്റ്റോട് ട്രീറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും സ്റ്റുഡൻസിൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് സംസാരിക്കാറുള്ളത്. കാരണം ഒരുപാട് ഉപദേശിക്കുന്നതിൽ കാര്യമില്ല, ബിക്കോസ് 3 മണിക്കൂറിൽ എഴുതണം ഫിക്സ്ഡ് സ്പേസിൽ. സോ ഇറ്റ്സ് എ ചാലഞ്ച് ഫോർ ആൻ ആസ്പിരൻറ്റ് എഴുതുന്ന സമയത്ത്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ GS ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് എക്സാം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് കണ്ടൻറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓരോ തീമിൻ്റെ തിയറി പ്ലസ് തീമുകൾ എടുത്തിട്ട് ആ കണ്ടൻറ്റ് വെച്ച് ക്വസ്റ്റ്യന് ഫിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ GS ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നല്ല കറണ്ട് റെലവൻസിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ സബ്ജക്റ്റാക്കി മാറ്റാൻ പറ്റും. പിന്നെ 3 വേരിയബിൾ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഇപ്രാവശ്യം ട്രൈബിൻ്റെ ക്വസ്റ്റ്യൻ നമ്മളത് മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് 3 വേരിയബിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ചെയ്യാവുന്നത് അതാണ്, നമ്മൾ പഠിച്ച കണ്ടൻറ്റ് വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ എല്ലാ വർഷത്തെ അനാലിസിസിലും അതാണ് ചെയ്യാറുള്ളത്. ക്വസ്റ്റ്യൻ നമ്മൾ ഒരു കാൻഡിഡേറ്റ് എങ്ങനെയാണ് എക്സാം ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്, നമ്മൾ കൊടുത്ത കണ്ടൻറ്റ് വെച്ചിട്ട് ഹൗ ടു ഡീൽ ദാറ്റ്. ഓക്കെ, അതല്ലാതെ നമ്മൾ അക്കാഡമിക് കണ്ടൻറ്റ് കൊടുത്തിട്ട് ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയെ പറ്റിയിട്ട് ഒരുപാട് സംസാരിക്കുകയല്ല ചെയ്യുന്നത്, ഒരു കാൻഡിഡേറ്റിനെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ഐ ഓൾവേസ് സേ ദാറ്റ് ഞാൻ എപ്പോഴും ഒരു കാൻഡിഡേറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് സംസാരിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു പേപ്പർ 1. ദെൻ compulsory questions. Discuss the nature of sociology. Okay, so yes, discuss the nature of sociology. Okay, subject nature, subject matter, engagement, all those things. Highlight its relationship with social anthropology. Then 150 marks, 150 words, 10 marker. Okay, so നമ്മുടെ കമ്പാരിസൻ്റെ ടോപ്പിക് സോഷ്യൽ ആന്ത്രപ്പോളജി, ഓർഗനൈസേഷൻ, കോമൺ സ്കോളേഴ്സിനെ കൊണ്ടുവരിക, ഇപ്പോഴത്തെ നേച്ചർ കൊണ്ടുവരിക. ഓക്കെ, ദെൻ 150 വേർഡ്സിന് ആ റെഡിമെയ്ഡ് കണ്ടന്റ് ഫിറ്റ് ചെയ്യുക. ഓക്കെ, സബ്ജക്ട് ബേസിക് ക്വസ്റ്റ്യൻ ആണ്. Then analyzing the nature of caste as a status group. Okay, caste as a status group, so we can connect that with Max Weber. Okay, CSP. Then ഇവിടെ കണക്ട് ചെയ്യാം ആൻസർ സ്ട്രാറ്റിഫിക്കേഷൻ, ദ നേച്ചർ ഓഫ് കാസ്റ്റ് ആസ് എ സ്റ്റാറ്റസ് ഗ്രൂപ്പ്, അതിൻ്റെ ചേഞ്ചിങ് നേച്ചർ, പ്ലസ് നമ്മൾ ചെയ്യാറ് കൺക്ലൂഷൻ ഫിറ്റാണ്. ഇതിന് ചേഞ്ചിങ് നേച്ചർ ഒക്കെ ഡൈനാമിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലസ് കൺക്ലൂഷൻ ഫിറ്റാണ്. MN ശ്രീനിവാസ് ആർട്ടിക്കിൾ ഒബീച്ചോറി അത് കണക്ട് ചെയ്യാം, പ്ലസ് കണ്ടംപററി റെലവൻസ് അത് കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ പഠിച്ച കണ്ടന്റ് വെച്ചിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് ആൻസറിൽ, അതൊരു ഓപ്ഷനാണ്. ദെൻ വെബർ, ദെൻ പിന്നെ അതിൻ്റെ മൈഗ്രേഷനും ഇഷ്യൂസൊക്കെ കൂടി കൊണ്ടുവരാവുന്നതാണ്. ചേഞ്ചിങ് നേച്ചറിൽ വരുന്നതിൻ്റെ കേസ്. ഓക്കെ, എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടുവരാവുന്നതാണ്. ദെൻ മാരേജ് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് അണ്ടർഗോൺ എ റാഡിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഫ്രം റിച്വൽ ടു കൊമേഴ്ഷ്യൽ ഇൻ ഇറ്റ്സ് ഔട്ട്ലുക്ക്. എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ബിഹൈൻഡ് ദിസ് ചേഞ്ച്. മാരേജിൻ്റെ ചേഞ്ച്, ദെൻ ട്രാൻസ്ഫോർമേഷൻ ഫ്രം റിച്വൽ ടു കൊമേഴ്ഷ്യൽ, റൂട്ട് മാരേജിൻ്റെ റിലീജിയസ് കൾച്ചർ അത് ചേഞ്ചായി വരുന്നത് കൊമേഴ്ഷ്യൽ. ദെൻ സോഷ്യൽ മീഡിയ, കൺസ്യൂമറിസം, ഡെസ്റ്റിനേഷൻ വെഡിങ്, ഓൾ ദോസ് തിങ്സ് കൊണ്ടുവരാം. ആ ചേഞ്ച് വരുന്ന കാലഘട്ടത്തിനനുസരിച്ചാണ് ചേഞ്ചിൻ്റെ. ദെൻ ഫേസസ്, ഫങ്ഷൻ ഓൾട്ടർനേറ്റീവ്സ് കൊണ്ടുവരാവുന്നതാണ്, തിയറിയിൽ ബിൽഡ് ചെയ്യാവുന്നതാണ്. എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ബിഹൈൻഡ് ദിസ് ചേഞ്ച്. ഈ ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, ഇൻഡിവിജ്വലിസം, കൂടുതൽ വാല്യൂസ് ചേഞ്ച് വരുന്നതിൻ്റെ. ദെൻ ഡെസ്റ്റിനേഷൻ ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ്. ദെൻ കൺസ്യൂമറിസം, ഈ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ കൊണ്ടുവരാവുന്നതാണ്. പേഴ്സണൽ ചോയ്സുകൾ, ആ കാര്യങ്ങൾ കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കൊമേഴ്ഷ്യൽ സൈഡിലോട്ടൊരു ദെൻ എക്സിബിഷൻ കൈൻഡ് ഓഫ് വരുന്നതാണ് ക്വസ്റ്റ്യൻ മീൻ ചെയ്യുന്നത്. ചേഞ്ച് ആയിട്ട് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യുന്ന റാഡിക്കൽ ട്രാൻസ്ഫോർമേഷൻ. ബട്ട് ദെൻ അതേ സമയത്ത് തന്നെ അതിന് കൗണ്ടർ റൈറ്റ് സൈഡ് നിങ്ങൾക്ക് കൊണ്ടുവരാവുന്ന ആൻസറിൽ. ദെൻ പിന്നെ ഡെമോക്രസി നീഡ്സ് വൈബ്രൻറ്റ് കൾച്ചർ ഓഫ് സിവിൽ സൊസൈറ്റി ഇൻ ഓർഡർ ടു സ്ട്രെങ്തൻ ഇറ്റ്സ് ഫൗണ്ടേഷൻ ഇൻ സിറ്റിസൺഷിപ്പ്. സോ വൈബ്രൻറ്റ് കൾച്ചർ ഓഫ് സിവിൽ സൊസൈറ്റി, ഡെമോക്രസി നീഡ്സ് എ വൈബ്രൻറ്റ് കൾച്ചർ ഓഫ് സിവിൽ സൊസൈറ്റി ബിക്കോസ് ഡെമോ റൈറ്റ് പീപ്പിൾ. സോ സിവിൽ സൊസൈറ്റി എൻഗേജ്മെൻറ്റ്, യു ക്യാൻ ബ്രിങ് അമർത്യ സെൻ ഓർ ഹേബർമാസ്. ഓക്കെ, ഇൻ ഓർഡർ ടു സ്ട്രെങ്തൻ ഇസ് ഫൗണ്ടേഷൻ സിറ്റിസൺഷിപ്പ്, അല്ല സിറ്റിസൺഷിപ്പ് ഡെമോക്രസി കണക്ട് ചെയ്യുക. ബേസിക്കലി ഇത് എൻഗേജ്മെൻറ്റിൻ്റെയും ദെൻ എംപവർമെൻറ്റിൻ്റെ കേസാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദെൻ ആ GS കൈൻഡ് ഓഫ് ആൻസർ നമ്മൾ ഓൾറെഡി ഉണ്ടായിരിക്കും, GS2 പഠിക്കുന്നുണ്ട്, അതിൽ സബ്ജക്റ്റ് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, ഡെമോക്രസി നീഡ്സ് വൈബ്രൻറ്റ് കൾച്ചർ ഓഫ് സിവിൽ സൊസൈറ്റി.
ദെൻ ആ എൻഗേജ്മെൻറ്റിൻ്റെ കോർ ഐഡിയ എന്താണെന്നുള്ളത്, ദെൻ പീപ്പിൾ, ഇവിടെ സിവിൽ സൊസൈറ്റി, അഗൈൻ പീപ്പിൾ, ദെൻ എൻഗേജ്മെൻറ്റ് ഇൻ ഓർഡർ ടു സ്ട്രെങ്തൻ ഇസ് ഫൗണ്ടേഷൻ സിറ്റിസൺഷിപ്പ്. സോ ആ സ്ട്രോങ് അവയർനെസ് കാര്യങ്ങൾ വരുന്നതാണ്, കമ്മ്യൂണിറ്റി അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസൊക്കെ വരുന്നതാണ്. ഓക്കെ, സോ അഗെയിൻ നമുക്ക് ആ ജി എസ് എൻ നേച്ചറിൽ ഈ ആൻസർ ഫീഡ് ചെയ്യാം, പ്ലസ് അതിലോട്ട് നമുക്ക് സബ്ജക്റ്റ് കണ്ടന്റ് കൊടുക്കാം. കാരണം ഇവിടെ വരുന്നത് നമുക്ക് 2-3 ടോപ്പിക്കുകൾ ദെൻ സിലബസിൽ വന്നിട്ടുള്ളത് ഒരുമിച്ച് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാവുന്ന അങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ഇതാണ് ജി എസ് നമ്മുടെ അവയർനെസ്സിൻ്റെ കണ്ടൻറ്റ് വെച്ചിട്ട് അതിലോട്ട് സബ്ജക്റ്റ് ഫീഡ് ചെയ്യും. അതാണ് ഞാൻ ക്ലാസ്സിൽ ചെയ്യാറുള്ള റിവേഴ്സ് എഞ്ചിനീയറിങ്. കാരണം നമ്മൾ ഈ ക്വസ്റ്റ്യൻ 3 മണിക്കൂറിൽ എഴുതുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് കാണുന്നത്. പെർഫെക്ഷൻ യു പി എസ് സിയിൽ കിട്ടില്ല. ഓക്കെ, യു ഹാവ് ടു ബി പ്രാക്ടിക്കൽ. കാരണം പെർഫെക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലല്ലോ. എക്സ്പ്ലെയിൻ ഡെമോക്രസി, എക്സ്പ്ലെയിൻ പൊളിറ്റിക്കൽ പാർട്ടീസ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ബി പ്രാക്ടിക്കൽ. ദെൻ ഇതാണ് നമ്മൾ ക്ലാസ്സിൽ പറയാറുള്ളതും. ദെൻ യെസ്, ഓക്കെ, വാട്ട് ആർ ദ ബേസിക് ആൻഡ് റെഡ്യൂസിബിൾ ഫംഗ്ഷൻസ് ഓഫ് ഫാമിലി ആസ് പ്രൊപ്പോസ്ഡ് ബൈ ടാൽക്കട്ട് പാഴ്സൺസ്. സോ അഗെയിൻ നമുക്കത് കൊണ്ടുവരാവുന്നതാണ് ബേസിക്കലി ഇവിടുന്ന്. ദെൻ എജിൽ മോഡൽ, ഓക്കെ, ദെൻ അത് വെച്ച് കണക്ട് ചെയ്യാവുന്ന ലേറ്റൻസി, അത് വെച്ച് കണക്ട് ചെയ്യാവുന്നതാണ്. ബേസിക് ആൻഡ് റെഡ്യൂസിബിൾ ഫംഗ്ഷൻസ്, റൈറ്റ്. സോ പ്രൈമറി സോഷ്യലൈസേഷൻ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അഡൾട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ, ദെൻ സെക്കൻഡറി വരുന്നത് അഡൾട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ, ദെൻ മദർ, വൈഫ്, വുമൺ, അത് വെച്ച് ആൻസർ ബിൽഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിന് ക്രിറ്റിസിസം സൈഡ് കൊണ്ടുവരാവുന്നതാണ്. ദെൻ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് സോഷ്യോളജിസ്റ്റ്. ക്വസ്റ്റ്യൻ 2A, സോഷ്യോളജിസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് യൂറോപ്യൻ എൻലൈറ്റ്മെൻറ്റ് റെനൈസൻസ്. ക്രിട്ടിക്കൽ എക്സാമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ക്രിട്ടിക്കൽ എക്സാമിനാണ്. സോ സോഷ്യോളജിയുടെ ഒറിജിൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ ദെൻ സബ്ജക്റ്റ് മാറ്ററിൽ സഹായിച്ചിട്ടുള്ള ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ കൊണ്ടുവരാവുന്നതാണ്. പ്ലസ് സബ്ജക്റ്റിൻ്റെ പുതിയ എൻഗേജ്മെൻറ്റ്സും കാര്യങ്ങളും കൊണ്ടുവരാവുന്ന ക്രിട്ടിക്കൽ സൈഡ് കൊണ്ടുവരുന്ന സമയത്ത്. ഓക്കെ, ബിക്കോസ് സ്റ്റഡി ഓഫ് സൊസൈറ്റി അത് കൊണ്ടുവരാവുന്നതാണ്. ക്രിട്ടിക്കൽ എക്സാമിനാണ്. മോഡേണിറ്റിയുടെ കേസോ ക്യാൻസൽ കൊണ്ടുവരാവുന്നതാണ്. ക്രിട്ടിക് സൈഡ് കൊണ്ടുവരാവുന്നതാണ്. ദെൻ യെസ്, ഡു യു തിങ്ക് ഒബ്ജക്റ്റിവിറ്റീസ് ഇൻ ഓവർഹാപ്ഡ് ഇൻ സോഷ്യോളജിക്കൽ റിസർച്ച് ഡിസ്കസ് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് നോൺ പോസിറ്റീവ്സ് മെത്തേഡ്സ്. നമ്മൾ എല്ലാവരും പഠിക്കുന്ന ക്വസ്റ്റ്യനാണ് ഒബ്ജക്റ്റിവിറ്റി. അതിൻ്റെ ഇഷ്യൂ എന്താണ്? ബിക്കോസ് ബേസിക്കലി ഹ്യൂമൻ കോൺഷ്യസ്നസ്, തിങ്കിങ്. ഓക്കെ, അതിനനുസരിച്ച് വരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒബ്ജക്റ്റിവിറ്റി, സബ്ജക്റ്റിവിറ്റി. ഐ തിങ്ക് അത് എല്ലാവർക്കും എഴുതാവുന്ന ക്വസ്റ്റ്യനാണ്. ഡിസ്കസ് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് നോൺ പോസിറ്റീവ്സ് മെത്തേഡ്സ്. മെറിറ്റ്സ് എന്താണ്? ഡെപ്ത്, ഇൻഡിവിജ്വൽ കേസ് കാര്യങ്ങൾ. ഡിമെറിറ്റുകൾ എന്താണ്? ജനറലൈസേഷൻ ഇഷ്യൂസ് വരുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ബാലൻസിൽ ട്രയാങ്കുലേഷൻ കൊണ്ടുവരാവുന്നതാണ്. ദെൻ വാട്ട് ഈസ് സോഷ്യൽ മൊബിലിറ്റി എന്ന് ബിട്രീം സൊറോക്കി സ്റ്റാർട്ട് ചെയ്യുക ആൻസറിൽ. ക്രിട്ടിക്കൽ എക്സാമിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്ലോസ് ആൻഡ് ഓപ്പൺ മോഡൽസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. തിയറി ആൻഡ് അഗൈൻ ക്ലോസ് സൊസൈറ്റി എന്താണ്? ദെൻ ഇഷ്യൂസ്, മൊബിലിറ്റി ഇഷ്യൂസ്, റൈറ്റ്. ബട്ട് അഗൈൻ ക്ലോസ് സൊസൈറ്റിയിൽ ഓപ്പണിങ്ങിൻ്റെ ചാൻസസ്, സാൻസ്ക്രിറ്റൈസേഷൻ, ദെൻ റോയൽ ഓർഡേഴ്സ്. ദെൻ ഓപ്പൺ സൊസൈറ്റി യു ക്യാൻ മൂവ്, റൈറ്റ്. ദെൻ ഓപ്പൺ ചോയ്സ് ആണ്. ബട്ട് ദ പോയിന്റ് എന്താണ്? നമുക്ക് താഴോട്ടും വീഴാം ആ ഇഷ്യൂസിൻ്റെ കേസ് വരണം. ഓക്കെ, ബട്ട് ഓപ്പൺ സൊസൈറ്റി എന്ന് പറയുന്ന സമയത്തും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇഷ്യൂസ്, റേസ്, ജെൻഡർ, ഓക്കെ, കളർ, ഓൾ ദീസ് തിങ്സ്, എത്തനിസിറ്റി. സോ ബേസിക്കലി എന്താണ്? ഓപ്പൺ സൊസൈറ്റി ക്ലോസ്ഡ്, കംപ്ലീറ്റ്ലി ഓപ്പൺ സൊസൈറ്റി ഇസ് നോട്ട് കംപ്ലീറ്റ്ലി ഓപ്പൺ, ക്ലോസ് സൊസൈറ്റി ഇസ് നോട്ട് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ്. ഓക്കെ, ദെൻ അത് വെച്ചിട്ട് ആൻസറിനെ ബിൽഡ് ചെയ്തെടുക്കാവുന്നതാണ്. ദെൻ ട്രാൻസിഷൻ സൊസൈറ്റി ആൻസർ കൊണ്ടുവരാവുന്നതാണ്. ഇതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ ദെൻ ഇവിടെ 2 നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യനാണ്. ദെൻ ഡിജിറ്റൽ എത്തനോഗ്രഫി നമ്മൾ എക്സ്പെയർ ചെയ്തിരുന്ന ക്വസ്റ്റ്യനാണ്. സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ മോക്ക് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ സൈബർ ഓൺലൈൻ, ഓൾ ദീസ് തിങ്സ് ആൻഡ് വിഷ്വൽ കൾച്ചർ. ഇതിനൊക്കെ ചെയ്യാവുന്നത് ദെൻ നമ്മുടെ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് വെച്ച് ആൻസർ ബിൽഡ് ചെയ്യാം. അതൊരു ഓപ്ഷനാണ്. ദെൻ അതിൻ്റെ അസസ് ദ ഇൻക്രീസിങ് ട്രെൻഡ്, ഹൗ ഡു യു ആൻഡ് അസസ്. ഇത് ഇഷ്യൂസ് എന്താണ്? സൈബർ ഇഷ്യൂസ്, റിലയൻസിൻ്റെ കാര്യങ്ങൾ, റിലയബിലിറ്റി കാര്യങ്ങൾ കൊണ്ടുവരാം. ദെൻ ജനറലൈസേഷൻ്റെ കാര്യങ്ങൾ വരും. പ്ലസ് സൈബർ സ്പേസിൽ വേണമെങ്കിൽ ഇൻഡിവിജ്വൽ കേസ് യൂസ് ചെയ്യാം. പിന്നെ സാച്ചുറേഷൻ വരുന്ന കേസ്, ദെൻ റിലയബിലിറ്റി, ട്രയാങ്കുലേഷൻ, ഓൾ ദീസ് തിങ്സ് ആൻസറിൽ കൊണ്ടുവരാവുന്നതാണ്. സൈബർ സ്പേസിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ ഡാറ്റ കളക്ഷൻ നമ്മൾ സൈബർ സ്പേസിലോട്ട് മാറ്റുന്നു എന്നുള്ളതാണ്. പിന്നെ ഡാറ്റ അനലിറ്റിക്സ് കാര്യം, ഡാറ്റ അനലിറ്റിക്സ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് വെച്ച് കണക്ട് ചെയ്ത് എഴുതാവുന്നതായിരിക്കും. ദെൻ ഡിസ്ക്രൈബ് ദ മെയിൻ ഐഡിയ ഓഫ് മാക്സ് വെബേഴ്സ് പ്രൊട്ടക്ഷൻ എത്തിക് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം ആസ് എ ക്രിട്ടിക് ഓഫ് മാർക്സിസം. ഓക്കെ, പെസ്കിൻ്റെ ഇഷ്യൂസ് എന്താണ്? ബേസിക്കലി മാർക്സ് പറഞ്ഞത് എക്കണോമി അല്ലേ, ദെൻ റിലീജിയൻ, ഇങ്ങനെയാണ് മാർക്സ് പറഞ്ഞത്. ദെൻ വെബർ എന്താ പറയുന്നത്? ഇവിടെ റിലീജിയൻ ലീഡ്സ് ടു എക്കണോമിക് ചേഞ്ച്, ഒന്നത്. നമ്പർ 2 നിങ്ങൾക്ക് പിന്നെ ചെയ്യാവുന്നൊരു പോയിൻ്റാണ്. ഹിയർ അഗെയിൻ മാർക്സ് എക്കോണമിക്കായിട്ട് പറഞ്ഞു, വെബർ മോർ ദാൻ എക്കോണമിക്, റൈറ്റ്. സോ മൾട്ടി കോസൽ അത് കൊണ്ടുവരാവുന്ന ആൻസറിൽ ദെൻ യു ക്യാൻ ബിൽഡ് വിത്ത് ദാറ്റ്. ദെൻ ക്രിട്ടിക്കലി എക്സ്പ്ലെയിൻ ദ സൈലന്റ് ഫീച്ചർ ഓഫ് സാലിനേഷൻ ഇസ് പ്രൊപ്പോണ്ടഡ് ബൈ കാൾ മാർക്സ്. തിയറിയാണ് അഗെയിൻ. സോ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കാം ഈ വേർഡ് നിങ്ങൾ മനസ്സിലാക്കി, ഡിജിറ്റൽ എത്തനോഗ്രഫി ഡിജിറ്റൽ സ്പേസിൽ, അങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ബിൽഡ് ചെയ്യാവുന്നതാണ്. ബട്ട് സം സ്റ്റുഡൻസ് ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടും അറിയാം, ബട്ട് ഇത് അറിയാത്തതാണ്. ഓക്കെ, ജസ്റ്റ് ആ വേർഡ്, ഇങ്ങനത്തെ വേർഡ് വരുന്ന സമയത്ത് നമുക്ക് ജനറൽ ഇതിലും ഡീകോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നോ ഇഷ്യൂസ്. യു ഹാവ് അതർ ക്വസ്റ്റ്യൻസ് അഗെയിൻ.
Okay, so what do you for A? What do you understand by mixed method? Discuss its strengths and limitations in social research. മിക്സ്ഡ് മെത്തേഡ് ഒക്കെ ഡിഫറെൻറ്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണത് എക്സാമ്പിൾ ട്രയാങ്കുലേഷനൊക്കെ പറയുന്നത് ഡിസ്കസ് ഇൻ സ്ട്രെങ്ത്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഇൻ സോഷ്യൽ റിസർച്ച് ചെയ്യുന്ന സമയത്ത് വരുന്ന ഇഷ്യൂസാണ്. സോ നമ്മൾ ദെൻ ഈ മിക്സ്ഡ് മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്തും ചില സമയത്തൊക്കെ അതിൻ്റെ ഡാറ്റ കളക്ഷൻ അനുസരിച്ച് അനാലിസിനനുസരിച്ച് ഒരു സൈഡിൽ മേ ബി എക്സസ് ഒരു സൈഡിൽ വരാം. ഓക്കെ, ഡാറ്റ കളക്ഷൻ്റെ അനാലിസിസിൻ്റെ സൈഡിൽ, ദെൻ മേ ബി ക്വാണ്ടിറ്റേറ്റീവ് സൈഡിൽ, ക്വാളിറ്റേറ്റീവ് സൈഡിൽ ആ കേസാണ്. സോ നമുക്കൊരു കുറേ നമ്മൾ നോൺ പോസിറ്റീവ് മെത്തേഡുകൾ യൂസ് ചെയ്ത് ടേബിളേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് മിസ്മാച്ച് ഉണ്ടായിരിക്കാം. ആ കേസാണ്. ദെൻ സ്ട്രെങ്ത്തുകൾ എന്താണ്, നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും. നമ്മൾ എഴുതിയ ഡാറ്റയെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ടേബുലേറ്റ് ചെയ്ത് നമുക്ക് അനലൈസ് ചെയ്യാൻ കൺവേ ചെയ്യാൻ പറ്റും. അതിന് ലിമിറ്റേഷൻസ് പറഞ്ഞ സമയത്ത് ആ ഡാറ്റ എത്രമാത്രം റെപ്രസെൻറ്റ് ചെയ്യും എന്നുള്ളതാണ്. അത് സ്ട്രെങ്ത്ത് ചെയ്ത് വെക്കുകയാണെങ്കിൽ, കണക്ട് ചെയ്യുകയാണെങ്കിൽ മിക്സ് മെത്തേഡിൻ്റെ ഓപ്പർച്യൂണിറ്റി നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, കാരണം സോഷ്യൽ സയൻസിൽ അത്രയും വലിയ റിസർച്ചുകൾ വരുന്ന സമയത്ത് നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യുന്ന സമയത്ത് ടേബുലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ക്വാണ്ടി മെത്തേഡുകൾ യൂസ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് കൺവേ ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ആ ബാലൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആൻസറിൽ കൊണ്ടുവന്നാൽ മതി. ഓക്കെ, ഐ തിങ്ക് റിസർച്ച് മെത്തേഡ് സ്റ്റിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഷോ ദാറ്റ് യു നോ ദ തിങ്. ഓക്കെ, ദാറ്റ് ഈസ് മോർ ദൻ ഇനഫ്. കാരണം ഇന്നത്തെ ക്വസ്റ്റ്യൻസിൻ്റെ ഓൾമോസ്റ്റ് എസെൻസ് സെയിം ആണ്, പോസിറ്റീവ്സും നോൺ പോസിറ്റീവ്സും ഓൾ ദീസ് കോൺസെപ്റ്റ്സ്. ഡിഫൈൻ ദ കോൺസെപ്റ്റ് ഗിഗ് എക്കോണമി, ദെൻ ഡിസ്കസ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ലേബർ മാർക്കറ്റ് ആൻഡ് വർക്കേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി നെറ്റ്, ഇൻഫോർമൽ സെക്ടർ. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട സ്കോളേഴ്സ് കൊണ്ടുവരിക. ദെൻ യു ക്യാൻ ബിൽഡ് ദാറ്റ് ആൻസർ. അഗൈൻ GS ടൈപ്പ് ആൻസർ കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, എക്കണോമി യൂണിറ്റ് കണക്ട് ചെയ്യാം. Then informal sector യൂണിറ്റ് കണക്ട് ടോപ്പിക് കണക്ട് ചെയ്യാം. ക്രിട്ടിക്കലി assess the impact of technological advancement and automation on the nature of work and employment. Okay, and technological advancement TMP. Okay, technology connected ആവുന്നത് positivism, law of 3 stages, technology connection. Okay, risk society, Alvin Toffler, any scholar you can connect, and automation on nature of work and employment. Okay, technology, online, automation, global value chain. Okay, all these things കൊണ്ടുവരാം. വർക്ക് ആൻഡ് എംപ്ലോയ്മെൻറ്റ് കേസിൽ വരുന്നത്. ഓക്കെ, ഡിഫറൻസ് വരുന്നത് ഇൻ്റർനാഷണൽ നെറ്റ്വർക്കുകൾ അതിന് ജെൻഡറസ് ആയിട്ട് കൊണ്ടുവരാം. ഓക്കെ, ദെൻ സോഷ്യലായിട്ടുള്ള ഇമ്പാക്റ്റുകൾ കൊണ്ടുവരാം. ഇതൊക്കെ നിങ്ങൾക്ക് ആൻസറിൽ ക്രിട്ടിക്കൽ അസസ് ആണ്. GS ടൈപ്പ് ആൻസറിങ് ഉണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഇതിന് നമ്മൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യാം. ദെൻ 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ്, കുറച്ച് പോയിൻറ്റ്സ് കൊണ്ടുവന്നിട്ട് വാട്ട് യു ക്യാൻ ഡു, ദെൻ ഇൻ ബിറ്റ്വീൻ ട്രൈ ടു ഇൻസേർട്ട് സം സ്കോളേഴ്സ്. റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, കാരണം നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് അപ്പോഴല്ലേ കാണുന്നത്, അതുകൊണ്ടാണ്. സോ ഡയറക്റ്റ് നമ്മൾ പഠിച്ച് പോകുമ്പോൾ ദെൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നില്ലല്ലേ. ഓക്കെ, ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇറ്റ് ഇസ് ബെറ്റർ GS കണ്ടന്റ് സേഫ് ആക്കി വെച്ചിട്ട് നമ്മൾ ഓപ്ഷൻ കണ്ടന്റ് സേഫ് ആക്കി വെക്കുക. ഞാനത് എപ്പോഴും പറയാറില്ല. ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ സോഷ്യോളജിക്കൽ സൈഡ്, ഓക്കെ, ദെൻ GS സൈഡ്, ദെൻ കറണ്ട് അഫയേഴ്സ്, ദെൻ എക്സാമ്പിൾസ്, ഓക്കെ, ഒരു ഇൻട്രോ, ദെൻ കൺക്ലൂഷൻ. ഇത് സെറ്റാക്കി വെക്കണം നമ്മൾ. അതിനനുസരിച്ച് ആൻസറിൽ ഫീഡ് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് യു ബ്രിങ് യുവർ ബെസ്റ്റ് ആൻസർ. ഓക്കെ, വെൻ യു റൈറ്റ്. സോ ദിസ് വാട്ട് യു ക്യാൻ ഡു. എക്സാം ഹോളിൽ ഞാൻ പറയണത്. ഓക്കെ, 3 മണിക്കൂർ ടൈമിൽ. കാരണം നമ്മളൊരു ക്വസ്റ്റ്യൻ ഒരുപാട് ടൈം എടുക്കാൻ പറ്റില്ല അല്ല, അപ്പോൾ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യേണ്ടി വരും. ടൈം വെച്ച് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, സോ ആ ടൈം മാനേജ് നോക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, പ്രാക്ടിക്കലായിട്ട് ചെയ്യാവുന്ന എക്സാം ഹോളിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5A, again compulsory question. Describe various characters of social fact. Then how is the rate of suicide a social fact കൊണ്ടിറക്കാൻ. So describe various characters of social fact. അല്ല, social fact introduce ചെയ്യുന്ന characteristics. Independence, then externality, constraint, generality. Describe here with an example. You can do that. Then how is rate of suicide social fact കൊണ്ടിറക്കാൻ. എന്തുകൊണ്ടാണ് അത് സോഷ്യൽ ഫാക്റ്റ് ആവുന്നത്? ഇൻഡിവിജ്വൽ കേസാണ് സൈക്കോളജി, ഇവിടെ ഗ്രൂപ്പ് ആൻഡ് റേറ്റ് ഓഫ് സൂയിസൈഡ് റൈറ്റ്. സോ അത് വെച്ചിട്ടാണ് അതിനെന്ത് ചെയ്യുന്നത്, സോഷ്യൽ ആക്കിയിട്ട് സോഷ്യൽ ഫാക്റ്റ് ആക്കുന്നത്. അഗൈൻ അബ്സ്ട്രാക്റ്റ് മാറ്റി ഡാറ്റ കൊണ്ടുവന്നു ഫാക്റ്റ് ആക്കി മാറ്റി. സോ ഇറ്റ് ബിക്കംസ് എ സോഷ്യൽ ഫാക്റ്റ്, റേറ്റ് ഓഫ് സൂയിസൈഡ്. ദെൻ എക്സ്പ്ലെയിൻ GH മീഡ് സൈഡ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് സെൽഫ് ത്രൂ. അഗൈൻ തിയറി, കീവേഡ്സ് വെച്ച് പഠിക്കാം, ആൻസർ ബിൽഡ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രൈബ് ദ ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ് വർക്ക് ഓർഗനൈസേഷൻ ഓഫ് ഫ്യൂഡൽ ആൻഡ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റീസ്. ബേസിക് എസൻസ് എടുക്കാം. ഓക്കെ, അതിലോട്ട് മാർക്സ്, വെബർ, ഡാർക്കിമർ കണക്ട് ചെയ്യാവുന്നതാണ്. അതിന് കണ്ടംപററി കോൺസെപ്റ്റ്സ് കൊണ്ടുവരാവുന്നതാണ്. ഡിസ്ക്രൈബ്സ് ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് വർക്ക്. ഓക്കെ, സ്ട്രാറ്റിഫിക്കേഷനും ദെൻ അതോറിറ്റി അതൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ദെൻ ബൈപോളർ ആ കാര്യങ്ങളൊക്കെ ഇതിന് ആൻസർ കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, വർക്ക് ആൻഡ് എക്കോണമി യൂണിറ്റ് ഇത് അവിടെ നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ് ടോപ്പിക്. ഹൗ ഇസ് പവർ ഡിഫറെൻറ്റ് ഫ്രം അതോറിറ്റി. Then discuss various types of authorities as theorist Max Weber. Power different from authority എന്താണ് നമ്മൾ പഠിച്ചത്. Then നമ്മൾ കോഡ് ക്ലാസ്സിൽ ക്ലാപ്പ്. ഓക്കെ, സോ പവർ വിത്ത് ലെജിറ്റിമസി becomes authority. Power without legitimacy becomes coercion. Right, power with legitimacy becomes authority. Then power without legitimacy becomes then coercion. Right, so how is power different from authority? Power, okay, your ability to execute your will, right,
ദെൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നടപ്പാക്കാനുള്ളത് വിത്തൗട്ട് ദി വിൽ ഓഫ് അതേഴ്സ്, വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് അതേഴ്സ്, അതാണ് പവർ, യുവർ എബിലിറ്റി ടു ദെൻ എക്സിക്യൂട്ട് യുവർ വിൽ. മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലാതെ നിങ്ങൾക്ക് നടപ്പിലാക്കപ്പെട്ട പവർ ആവുന്നത്. ബട്ട് അതിന് എന്ത് കിട്ടണം? ലെജിറ്റിമസി ഉണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് അതോറിറ്റി, റൈറ്റ്, അല്ലെങ്കിൽ ഇറ്റ് ബിക്കംസ് കോയർഷൻ, ക്ലാപ്പ്. സോ ദെൻ discuss various types of authorities as theories by Max Weber. Traditional authority, charismatic authority, then rational legal authority. Discuss ആണ്. അപ്പോൾ അതിൻ്റെ വേരിയേഷൻസ്, ഐഡിയൽ ടൈപ്പ് അല്ലാത്ത വേരിയേഷൻസ്, ദെൻ ക്രിറ്റിസിസംസ് കൊണ്ടുവരാം. ഓക്കെ, ദെൻ നമ്മൾ സാധാരണ പഠിക്കുന്ന ക്രിറ്റിസിസംസ് കൊണ്ടുവരാവുന്നതാണ്. ക്രിട്ടിക്കൽ എക്സ് ദ റോൾ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ സോഷ്യൽ ചേഞ്ച്. ടെക്നോളജി ആൻഡ് സോഷ്യൽ എന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് അവിടെ കൾച്ചറിലേക്ക് കൊണ്ടുവരാവുന്നതാണ്, സിമിൽസ് കൊണ്ടുവരാവുന്നതാണ്. റോൾ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ സോഷ്യൽ ചേഞ്ച്. ദെൻ ക്രിട്ടിക്കൽ എക്സാമിനാണ്, സോ യു ക്യാൻ ബ്രിങ് പോസിറ്റീവ് ബോത്ത് സൈഡ്സ്. വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ ഓൺ ദർ ഇൻക്രീസിംഗ് ട്രെൻഡ് ഇൻ ദെൻ ഓൺലൈൻ എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചിങ്. നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു തീമാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ, ഡിജിറ്റൽ ഡിവൈഡ്, ഓക്കെ, പുതിയ ഓപ്പർച്യൂണിറ്റീസ്, ഓൺലൈൻ കാര്യങ്ങൾ, അത് ആൻസർ കൊണ്ടുവരാം. വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ ഓൺ ഇൻക്രീസിംഗ് ട്രെൻഡ്, ഓക്കെ, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കേസ്. സോ നിങ്ങൾക്ക് കൊണ്ടുവരാം ഇൻക്ലൂസീവ്. നമ്മൾ വെക്കാറുള്ള കൺക്ലൂഷൻ ഫിറ്റുകളുണ്ട്, ഓക്കെ, ആക്സസിബിൾ, അഫോർഡബിൾ, കൊണ്ടുവരാവുന്നതാണ്. ഒരു സെറ്റ് ആൻസർ കൊണ്ടുപോയിട്ട് അത് ആൻസർ കണക്ട് ചെയ്യാം. വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ ആണ്. സോ ടെക്നോളജി മാറുന്ന യൂസ് ചെയ്യാം, ആക്സസിബിൾ ആയിരിക്കണം, അത് നിങ്ങൾക്ക് ആൻസർ കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, ഡിജിറ്റൽ ഡിവൈഡ് സോൾവ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ കൊണ്ടുവരാവുന്നതാണ്. ടീച്ചിങ് അഗെയിൻ ഗ്ലോബൽ ഐഡിയാസ്, ഗ്ലോബൽ കണക്ഷൻ, ഫോർ യൂണിവേഴ്സിറ്റീസ്, അതൊക്കെ കൊണ്ടുവരാം. ദെൻ കമ്പാരിറ്റീവ് ലേണിംഗ്, ഇൻ്റർ ഡിസിപ്ലിനറി, അതിൻ്റെ ഓപ്ഷൻസ് കൊണ്ടുവരാം. ഓക്കെ, ഗവൺമെൻറ് സ്കീമുകൾ കൊണ്ടുവരാം, ഇനീഷ്യേറ്റീവ്സ്, അത് കൊണ്ടുവരാവുന്നതാണ്. ദെൻ യെസ്, question 6a, again application type questions. Underline the role of social media in contemporary social movements and describes its challenges. Underline the role of social media in contemporary social movements. Contemporary social movements, okay, in social media you can talk with the resource mobilization, then connect to social media, role of social media, followers, leaders, then fund, okay, membership, then execution, all these things you can do that. ഫണ്ട് കളക്ഷൻ, ഇത് കൊണ്ടുവരാൻ റോൾ ഓഫ് സോഷ്യൽ മീഡിയ, അവയർനെസ് കാര്യങ്ങൾ. ഏതെങ്കിലും മൂവ്മെൻറ്റ് എക്സാമ്പിൾ കൊടുക്കാം. അൾട്ടിമേറ്റ് മൂവ്മെൻറ്റ് റെവല്യൂഷൻ വന്നത് സുനീഷ്, അത് കൊണ്ടുവരാവുന്നതാണ്. ദെൻ റെവല്യൂഷനിലോട്ട് നയിച്ചത്. അണ്ടർലൈൻ റോൾ ഓഫ് സോഷ്യൽ മീഡിയ കണ്ടംപററി സോഷ്യൽ മൂവ്മെൻറ്റ്സ്, ഓക്കെ, ഇപ്പോഴത്തെ എക്സാമ്പിൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ദെൻ ഫാർമർ ബിൽ കാര്യങ്ങൾ, ഡിസ്ക്രൈബ് ഇറ്റ്സ് ചാലഞ്ചസ് ആൻഡ് കേസ്, ഫേക്ക് ന്യൂസ് കാര്യങ്ങൾ, ഗവൺമെൻറ് ഇടപെടുന്ന ഇൻ്റർഫറൻസ് കാര്യങ്ങൾ, ദെൻ ആ കേസുകൾ കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, ദെൻ അതിൽ നമുക്ക് സ്കോളേഴ്സിനെ കൊണ്ടുപോകാം, കണ്ടംപററി സോഷ്യൽ മൂവ്മെൻറ്റ്, ഹൈബർ മാസ് കൊണ്ടുപോകാം, ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റ്, ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ കൊണ്ടുപോകാം. ഓക്കെ, അത് ക്യാൻസറിലോട്ട് കൊണ്ടുപോകുന്നതാണ്. ദെൻ ഡിസ്ക്രൈബ് ഇറ്റ്സ് ചാലഞ്ചസ്, ടെക്നോളജിക്കൽ ആക്സസ്, ഓക്കെ, ടെക്നോളജിയുടെ സ്കോളേഴ്സിനെ കൊണ്ടുവരാം. ദെൻ ഓരോരോ പോയിന്റ് കൊണ്ടുവരാം. ഓക്കെ, സർവൈലൻസ് ഇഷ്യൂസ് കൊണ്ടുവരാത്തിൽ. ഓക്കെ, ദെൻ ഹൗ ഡസ് എ മൾട്ടികൾച്ചറൽ സൊസൈറ്റി അക്കോമഡേറ്റ് ഡൈവേഴ്സിറ്റീസ് ഓഫ് ഓൾ കൈൻഡ്സ്, എത്നിക്, ലിംഗ്വിസ്റ്റിക് ആൻഡ് റിലീജിയസ്. ഡിസ്കസ് ഇറ്റ്സ് മാച്ച് ചാലഞ്ചസ്. മൾട്ടികൾച്ചറൽ സൊസൈറ്റി അക്കോമഡേറ്റ് ഡൈവേഴ്സിറ്റീസ് ഓഫ് ഓൾ കൈൻഡ്സ്. എങ്ങനെയായിരിക്കും അത് മൾട്ടികൾച്ചറൽ സൊസൈറ്റി? ടോളറൻസ്, ആക്സെപ്റ്റൻസ്, റൈറ്റ്, പ്ലൂറലിസം, ഈ കാര്യങ്ങൾ കൊണ്ടുവരാവുന്നതാണ്. ദെൻ ലോ യൂസ് ചെയ്യാവുന്നതാണ് ഡൈവേഴ്സിറ്റി, ഓക്കെ, അക്കോമഡേറ്റ് ചെയ്യാൻ. ക്ലാസിക് എക്സാമ്പിളാണ് ഇന്ത്യ. ഓക്കെ, യു ക്യാൻ ഡെവലപ്പ് യുവർ ആൻസർ വിത്ത് ദാറ്റ്. ഇറ്റ്സ് മേജർ ചാലഞ്ചസ്. അപ്പോൾ ഇവിടെ എനിക്ക് കാര്യങ്ങൾ വരും. ആശിഷ് നന്ദി കൊണ്ടുവരാവുന്നതാണ്, അമർത്യ സെൻ കൊണ്ടുവരാവുന്നതാണ്, ഓക്കെ, പോൾ ബ്രാസ് കൊണ്ടുവരാവുന്നതാണ്, ഹേവർമാസ് കൊണ്ടുവരാവുന്നതാണ്. ദെൻ ഡിസ്കസ് ഇറ്റ്സ് മേജർ ചാലഞ്ചസ്. ദെൻ ഇഷ്യൂസ് എന്താണ്? ഡൈവേഴ്സിറ്റിയുടെ കേസ്, ദെൻ അതെങ്ങനെയാണ് ഇഷ്യൂസ് വരുന്നത്, പാരോക്കിലിറ്റി കാര്യങ്ങൾ കൊണ്ടുവരാവുന്നതാണ്. ദെൻ പേപ്പർ 1 ആകുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കണക്ട് ചെയ്യാം പ്ലൂറലിസം, ദെൻ എലിറ്റി കോൺസെപ്റ്റ് കണക്ട് ചെയ്യാവുന്നതിൻ്റെ ഡിഫറൻസുകൾ, ഓക്കെ, സ്ട്രാറ്റിഫിക്കേഷൻ്റെ കേസ് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പേപ്പർ 1 സ്കോളേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, ദെൻ ഡിസ്കസ് ഇറ്റ്സ് മേജർ ചാലഞ്ചസ്, സോഷ്യൽ ഫാബ്രിക്കിന് ഇഷ്യൂ ആയിട്ട് വരുന്നത്, ദെൻ പൊളിറ്റീഷ്യൻസ്, ഓക്കെ, പ്ലൂറൽ ഇഷ്യൂസ് കൊണ്ടുവരാവുന്നതാണ്. സെക്കൻഡ് എനിക്ക് ബിൽഡ് ചെയ്യാവുന്ന ഒരു ആൻസറാണ്. ഓക്കെ, ജസ്റ്റ് വരുന്ന സമയത്ത് ഇന്ത്യൻ കോൺടാക്സ്റ്റ് ഓർത്ത് വെക്കുക, അത് വെച്ച് കണക്ട് ചെയ്യാം ആൻസർ എഴുതുന്ന സമയത്ത്. അതിന് ക്ലാസിക് എക്സാമ്പിൾ വിട്ട് യു കൺ ഡു വിത്ത് ദാറ്റ്. ദെൻ ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് അനിമിസം, ഡിഫറൻഷിയേറ്റ് ഫ്രം നാച്ചുറിസം, ആനിമ, നേച്ചർ, ഓക്കെ, റിലിജിയൻ യൂണിറ്റ്. 10 മാർക്കിന് ഡയറക്റ്റ് ആൻസറാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് കോൺസെപ്റ്റ്സ് വെച്ച് ബിൽഡ് ചെയ്യാവുന്നതാണ്. ബേസിക് റിലീജിയൻ്റെ ഇനീഷ്യൽ ഫോംസിനെ പറ്റിയിട്ട് യു ക്യാൻ ഡിസ്കസ് വിത്ത് ദാറ്റ്, ഓക്കെ, ബിൽഡ് വിത്ത് ദാറ്റ്. Then next is do modernization necessarily go and secularization necessarily go together? Modernization and secularization necessarily go together. Okay, then positivism, law of 3 stages. Then modernization, secularization. So നമ്മൾ മോഡേൺ ആവുന്ന സൊസൈറ്റി ആണ് സമയത്ത് സെക്യുലർ ആവുമോ എന്നുള്ളതാണ്. വെസ്റ്റിൻ്റെ കോൺസെപ്റ്റ് എടുത്ത് കൊടുക്കാം, ഇന്ത്യയുടെ കോൺസെപ്റ്റ് എടുത്ത് കൊടുക്കാം, മോഡേണൈസേഷൻ, ഇന്ത്യൻ ട്രഡീഷൻ, ഓക്കെ, ദെൻ കംപ്ലീറ്റ് ചേഞ്ച് വന്നിട്ടില്ല എന്നുള്ളത്. ദെൻ ഇതിൻ്റെ കേസ് എന്താ, നമ്മൾ മോഡേണൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് ഓക്കെ ഇത് സെക്യുലറൈസേഷൻ വരും എന്നാണ്. അപ്പോൾ പണ്ടുള്ള സൊസൈറ്റിയിലും സെക്യുലർ ബിലീഫുകൾ ഉണ്ടായിരുന്നു. സോ അത് റിജക്റ്റ് ചെയ്യുന്നതാണ്, ടെസ്റ്റ് ചെയ്യാം,
അതർ കേസും കൊടുത്തിട്ട് ഓക്കെ റാഷണൽ തോട്ടിൻ്റെ കേസ് കൊണ്ടുവരാം. ദെൻ നെസസറി ഗോ ടുഗദർ ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തിൻ്റെ കൂടെ എന്ത് വരുന്നുണ്ടായിരിക്കും, റിലീസ്, റിവൈവലിസം, ഫണ്ടമെൻ്റലിസം, അതും കൂടി നിങ്ങൾക്ക് ആൻസറിൽ കൊണ്ട് ഗിവ് യുവർ വ്യൂസ് ആണ്. ഓക്കെ, സോ മോഡേണിസം വരുന്ന സമയത്ത് ആസ് എ സെക്യുലറിസം വരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ചില കേസിൽ എന്താണ് സെക്യുലർ ടെൻഡൻസികൾ വരുന്നുണ്ട്, ചില സമയത്ത് റിവൈവൽ ടെൻഡൻസികൾ കൂടെ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കോൺടാക്സിൽ ഇത് ബിൽഡ് ചെയ്യാവുന്നതാണ്. ഗിവ് യുവർ വ്യൂസ് ആണ്. അപ്പോൾ അതിൽ സ്കോളേഴ്സിനെ കൊണ്ടുപോകാം, നിങ്ങൾക്ക് റിവേഴ്സ് ആയിട്ട് ആൻസർ ബിൽഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, മോഡേണിസത്തിൻ്റെ സമയത്ത് സെക്യുലറൈസേഷൻ നടക്കുന്ന കേസുകൾ, ദെൻ ട്രഡീഷണൽ കേസിൽ നടന്ന കേസ് കൊണ്ടുവരാം. ദെൻ ഇതിൻ്റെ കേസിൽ സെക്യുലറൈസേഷൻ ഇപ്പോൾ ഇന്ത്യൻ കോൺടെക്സ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ ബിൽഡ് ചെയ്യാൻ ആൻസറിലോട്ട് ഇതൊക്കെ ഓപ്ഷൻസ് ആണ് എഴുതാൻ. ഗിവ് യുവർ വ്യൂസ്. ഓക്കെ, നിങ്ങൾക്ക് കുറേ സ്റ്റുഡൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു. ദെൻ ഹൗ യു ഡു അണ്ടർസ്റ്റാൻഡ് ദ ഫിനോമിന ഓഫ് മഷ്റൂമിംഗ് ഓഫ് സെക്സ് ആൻഡ് കൾച്ചർ ഇൻ കണ്ടംപററി സൊസൈറ്റി, ചർച്ച്, ഓക്കെ, ഡിനോമിനേഷൻ, ദെൻ സെക്ട്, കൾട്ട്, റൈറ്റ്. ദെൻ ഇത് വെച്ച് നമുക്ക് പിന്നെ ആൻസർ ബിൽഡ് ചെയ്യാം. ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് ദ ഫിനോമിന ഓഫ് മഷ്റൂമിംഗ് ഓഫ് സെക്സ് ആൻഡ് കൾച്ചർ ഇൻ കണ്ടംപററി സൊസൈറ്റി. ഓക്കെ, ന്യൂ റിലീസ് മൂവ്മെൻറ്റുകൾ. ഓക്കെ, ഹൗ ഡു യു ഡിസ്കസ് ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ട്രെൻഡ്, ഇൻഡിവിജ്വൽ ലൈഫ്. ഓക്കെ, ദെൻ ഇഷ്യൂസ്, അർബൻ, ഈ കാര്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്യുന്നതാണ്. അത് സെക്കൻഡ് ബിൽഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, റോയ് വാലസിൻ്റെ സ്കീം വെച്ചിട്ട് ആൻസർ ബിൽഡ് ചെയ്യാവുന്നതാണ്. ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണ്, ഇത് ജനറലായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ സെക്സ് ആൻഡ് കൾച്ചർ ഇൻ കണ്ടംപററി സൊസൈറ്റി ഇഷ്യൂസ് കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, എനിക്ക് നമ്പർ ചെയ്ത ഓരോ പോയിൻറ്റ്സ് കൊണ്ടുവരാം, അതിലോട്ട് പിന്നെ സ്കോളേഴ്സിന് കൊണ്ടുവരാം. നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന 100 ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന പ്രോഗ്രാം ഉണ്ട് ഓപ്ഷനിൽ കൂടെ, ക്ലാസ് റൂം ബാച്ചിൻ്റെ കൂടെ. അതിൽ ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, സ്പേസിൽ വരുന്നത് അതൊക്കെ ചെയ്യാവുന്നതാണ്. ഡിസ്കസ് ദ ഡയമെൻഷൻസ് ഓഫ് പവർ ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് സോഷ്യൽ ഹയറാർക്കീസ് ഇൻ സൊസൈറ്റി. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ആണ്, തിയറിയിൽ വരുന്നതാണ്. നിങ്ങൾക്ക് 10 മാർക്കാണ്. സോ ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് കൊണ്ടുവരിക, ബ്രീഫായിട്ട് എഴുതി വെച്ചാൽ മതി. ഇറ്റ്സ് ബെറ്റർ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഓൾറെഡി നമ്പർ ചെയ്ത് പഠിച്ചിട്ടുണ്ട്, അതങ്ങനെ കൊണ്ടുവന്നാൽ മതി. ജസ്റ്റ് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിന് ഇഷ്യൂസ് കൊണ്ടുവരിക. സോ സ്പൈറൽ ചെയ്ത് എഴുതുന്നതാവും നല്ലത്. ഓക്കെ, ഒന്ന് അടുത്തതിനായിട്ട് കണക്ട് ചെയ്ത് എഴുതി പോവാം. ഓക്കെ, ഇതൊരു ഓപ്ഷനാണ്. ദെൻ യെസ്, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8. മോഡേൺ ഫാമിലീസ് have not just become nuclear and neo-local but also philocentric. Okay, have not just become nuclear, joined mar nuclear, a change in neo-local, different but also philocentric. Philio means എന്താണ്, നമ്മൾ പൊതു സോഷ്യൽ മീഡിയയിൽ വരുന്ന വാക്കാണ് ഫീലിയോ. ചിൽഡ്രൻ, ആ രീതിയിൽ കണക്ട്, സെൻട്രിക്. ഹൗ ഡു എക്സ്പ്ലെയിൻ ദിസ് ട്രെൻഡ്. ഓക്കെ, കൺസേൺ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ബേസിക്കലി പറയാവുന്നതാണ് അഗെയിൻ ഫങ്ഷണൽ, ദെൻ ചേഞ്ചസിനെ പറ്റി പറയാം. ഓക്കെ, ഫാമിലിയിൽ വരുന്ന ചേഞ്ചസിനെ പറ്റി പറയാം. അത് വെച്ച് ബിൽഡ് ചെയ്യാം, മെറിറ്റിൻ്റെ കോൺസെപ്റ്റ്, ഓൾട്ടർനേറ്റീവ്സ് വെച്ച് ബിൽഡ് ചെയ്യാം. ദെൻ ബട്ട് ഓൾസോ ഹൗ ഡു എക്സ്പ്ലെയിൻ ദിസ് ട്രെൻഡ്, അതെന്താണ് ആക്ച്വലി അർബൻ, അഗെയിൻ ഇൻഡിവിജ്വലിസം, കൺസേൺസ്. ഓക്കെ, ദെൻ അഗെയിൻ നമ്മൾ ഈ കേസ് മോഡേൺ സൊസൈറ്റി ഇൻഡിവിജ്വലിസം റെസ്പെക്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ കുട്ടികൾ ഇൻഡിവിജ്വലിസം, അവരുടെ താല്പര്യങ്ങൾ, എഡ്യൂക്കേഷൻ, അതിനനുസരിച്ച് മാറുന്ന ഫാമിലി. അപ്പോൾ നിയോ ലോക്കൽ എന്ന് പറയുന്നത് മാറിയിട്ട് എന്താണ് അടുത്ത സ്റ്റേജിലോട്ട് ഫിലോസെൻട്രിക്കായിട്ട് മാറുന്നതിനെ പറ്റിയിട്ടുള്ള ഹൗ ഡു എക്സ്പ്ലെയിൻ ദിസ് ട്രെൻഡ്, ആ സോഷ്യൽ ചേഞ്ചിനായിട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ്, ഫാമിലിയിൽ വരുന്ന ചേഞ്ചസിന്. ബട്ട് നിങ്ങൾക്ക് അങ്ങനെ വരുന്ന സമയത്ത് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഇപ്പോൾ IP ദേശമൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സ്ട്രക്ചറിൽ ന്യൂക്ലിയർ ആണെങ്കിലും ഓക്കെ, ആ ബോണ്ട് വരുന്നതിൻ്റെ കേസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്ന, ഇന്ത്യൻ കോൺടെക്സ്റ്റ് കണക്ട് ചെയ്യാവുന്നതാണ് ആൻസറിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസ് നമ്മൾ ചേഞ്ച് വരുന്നതിനെ അഡ്രസ്സ് ചെയ്യുന്നതാണ്. ഡിസ്കസ് വേരിയസ് തിയറീസ് ഓഫ് സോഷ്യൽ ചേഞ്ച്. ഓക്കെ, എക്സ്പ്ലെയിൻ ദി ലിമിറ്റേഷൻസ് ഓഫ് യൂണിലീനിയർ തിയറി ഓഫ് സോഷ്യൽ ചേഞ്ച്. നിങ്ങൾക്കിവിടെ ലീനിയർ, ഓക്കെ, ദെൻ സൈക്ലിക്, ഡിഫറെൻറ്റ് തിയറീസ് കൊണ്ടുവരാം. ദെൻ ഫങ്ഷണൽ, പോസ്റ്റ് മോഡേൺ. ഓക്കെ, ദെൻ കൊണ്ടുവരാൻ ആൻസറിൽ ഫെമിനിസ്റ്റ്, ഡിഫറെൻറ്റ് തിയറി കൊണ്ടുവരാം. വെബർ. എക്സ്പ്ലെയിൻ ദെൻ കോൺഫ്ലിക്ട്സ് ആയിട്ട് കൊണ്ടുവരാം. എക്സ്പ്ലെയിൻ ദി ലിമിറ്റേഷൻസ് യൂണിലീനിയർ തിയറി ഓഫ് സോഷ്യൽ ചേഞ്ച്. എന്താ യൂണിലീനിയർ തിയറിയുടെ ഇഷ്യൂ ആക്ച്വലി അവർ പറയുന്ന വേർഡ്സിൽ വെച്ച് വരുന്ന ഇഷ്യൂസ്. ഓക്കെ, സോഷ്യൽ ചേഞ്ച് പ്രോഗ്രസ്സിലോട്ട് വരുമ്പോൾ പണ്ടത്തെ കേസ് മോശമാണ്, വേർഡ്സ് യൂസ് ചെയ്യുന്ന ഇഷ്യൂ. പ്ലസ് എന്താണ് യൂണിലീനിയർ ആവുന്ന സമയത്ത് ഡിഫറെൻറ്റ് വേരിയബിൾസിനെ അക്കോമഡേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്യൂസ് ആയിട്ട് കൊണ്ടുവരാവുന്നതാണ്. അൾട്ടിമേറ്റ്ലി ലാസ്റ്റ് ക്വസ്റ്റ്യൻ 8C. ക്രിട്ടിക്കലി എക്സാമിൻ ദ വേൾഡ് സിസ്റ്റംസ് തിയറി ഓഫ് ഇമ്മാനുവൽ വാളസ്റ്റൈൻ ഇൻ ടേംസ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻസ് ഓഫ് വേരിയസ് നേഷൻസ്. ഇതൊക്കെ ഡിപ്പെൻഡൻസിയുടെ ടോപ്പിക്കാണ്, സ്ട്രേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ മേ ബി 8th ക്വസ്റ്റ്യൻ അഗെയിൻ കുറേ സ്റ്റുഡൻസ് എഴുതിയിട്ടുണ്ട് 8th ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ അത് വെച്ച് മാനേജ് ചെയ്യാം. ദെൻ അഗെയിൻ 7th ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മാനേജ് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, ഇതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സെക്ഷൻ ഈ ക്വസ്റ്റ്യൻ വരുന്നതിൽ സോഷ്യൽ മീഡിയ ദെൻ ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. 5 അഗെയിൻസ്റ്റ് കമ്പൾസറി. നിങ്ങൾക്ക് ഇഷ്യൂ വന്നിട്ടുണ്ടായിരിക്കും ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്നതിൽ. ദെൻ ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്യണമെന്നുള്ള ഡിജിറ്റൽ എത്നോഗ്രഫി. ദെൻ അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വേർഡ് ഡീകോഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ 2 ക്വസ്റ്റ്യൻ എഴുതാമായിരുന്നു. ഓക്കെ, ചില സ്റ്റുഡൻസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ, നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് മാനേജ് ചെയ്യാം, ഡോണ്ട് വറി. ദെൻ അഗെയിൻ
ഇപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ബിൽഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കേസിൽ, സോ ആ കേസിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ആ ക്വസ്റ്റ്യൻ എക്സാം എഴുതുന്ന സമയത്ത്. ദെൻ 4 ക്വസ്റ്റ്യൻ എടുക്കാം, ഓക്കെ 6, 7, 8 2 ക്വസ്റ്റ്യൻ അവിടെ നിന്ന് കൊടുക്കാം, നിങ്ങൾക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് അബൌട്ട് പേപ്പർ 1. ദെൻ ഇതിൽ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂ ആണ് ആക്ച്വലി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാറുള്ളത്, നിങ്ങൾ ടൈം വെച്ചിട്ട് അതിലോട്ട് ആൻസർ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കണം. പെർഫെക്ഷൻ ശ്രമിക്കരുത്. ക്വസ്റ്റ്യൻ ഡിമാൻഡ് മീറ്റ് ചെയ്യണം, ഡയമെൻഷൻസ് ബിൽഡ് ചെയ്യണം, അതിലോട്ട് എന്ത് ചെയ്യണം, സബ്ജക്റ്റ് ബിൽഡ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ഇപ്പോൾ 2 വേരിയബിൾ കണക്ട് ചെയ്ത് ചോദിക്കുന്ന സമയത്ത് 3 വേരിയബിൾ വരുന്ന സമയത്ത് അത്ര ആൻസർ ബിൽഡ് ചെയ്യണം ടൈമിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് നല്ല ആൻസർ കൊണ്ടുവരണം, റൈറ്റ്. അതിനൊരു സബ്ജക്റ്റ് കണക്ട് ചെയ്യാൻ വേണം. കാരണം നമ്മൾ ഇങ്ങനെ ടോപ്പിക്കായിട്ട് പഠിക്കുന്നില്ല എക്സാമിൽ, റൈറ്റ്. സോ ആ എക്സാമിൻ ഡിമാൻഡ് മീറ്റ് ചെയ്യണമെങ്കിൽ ആ ടൈമിൻ്റെ ഉള്ളിൽ എഴുതാൻ പ്രാക്ടിക്കൽ ഇഷ്യൂ ഉണ്ട്. സോ വി ഹാവ് ടു ബി പ്രാക്ടിക്കൽ. അതാണ് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മൾ ആ സമയത്താണ് ക്വസ്റ്റ്യൻ കാണുന്നത്, ആ സമയത്ത് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് ആൻസറിനെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ കേട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഉപദേശിക്കാറില്ല. ഞാൻ ആ സ്റ്റുഡൻറ്റിൻ്റെ ഭാഗത്ത് ഞാൻ സംസാരിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കേസ് ഞാൻ പറഞ്ഞത് 3 hour ടൈമിൽ ചെയ്യുന്ന സമയത്ത് ആ ലിമിറ്റേഷൻ ഉണ്ട് കാൻഡിഡേറ്റ് ഫേസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് ബെറ്റർ ആ ടൈം മാനേജ്മെൻറ്റ് സ്റ്റിക്ക് ചെയ്ത് ബെസ്റ്റ് ആൻസർ കൊണ്ടുവരിക, ദെൻ സബ്ജക്റ്റ് ആഡ് ചെയ്യുക. ഓക്കെ, ആ ടൈം മാനേജർ കേസ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ സമയത്ത് ആ ടൈം വെച്ച് ചെയ്യുന്ന സമയത്ത് എക്സാം ഹോളിൽ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് ഡയമെൻഷൻസ് ആണ്. ദെൻ അതിലോട്ട് ആൻസർ ബിൽഡ് ചെയ്യാൻ എപ്പോഴും നല്ലത്. കാരണം ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് ടൈം എടുത്ത് ചില സ്റ്റുഡൻസ് 2-3 ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിരുന്നു ഫസ്റ്റ് പേപ്പർ എഴുതിയിട്ട്. ആ പ്രശ്നം നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആൻസർ ബിൽഡ് ചെയ്യാൻ ടൈം എടുക്കും ഒരുപാട്, GS ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. ഇവിടെ അതിൻ്റെ സ്പേസ് ഇല്ല. ഓക്കെ, അപ്പോൾ തിങ്കിങ് ഫാസ്റ്റ് ആക്കണം. ഓരോ ടോപ്പിന് കണ്ടൻറ്റ് റെഡിമെയ്ഡ് നമ്മൾ വെച്ചിട്ട് അതിലോട്ട് അപ്ലൈ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. ദെൻ സബ്ജക്റ്റ് കൊണ്ടുവരിക. കാരണം ഇവിടെ നമ്മൾ ഡിസീവ്ഡ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യനിൽ ദെൻ സോഷ്യൽ മീഡിയ 6A. സോ ഇവിടെ നമ്മൾ ഒരുപാട് ടൈം എടുത്ത് ഡിസീവ്ഡ് ആവും സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സമയത്ത്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ഭയങ്കര ഡിസീവ്ഡ് ആവും. ആ ടൈം എടുത്ത് വരുന്ന സമയത്ത് നമ്മൾ കമ്പൽസറി ക്വസ്റ്റ്യനെ സ്കിപ്പ് ചെയ്യുന്നു. സോ അത് നിൽക്കാതെ ടൈമിൽ മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും ആ വേർഡ് ലിമിറ്റ് കീപ്പ് ചെയ്യണം, ടൈം ലിമിറ്റും കീപ്പ് ചെയ്യണം. അതാണ് ഏറ്റവും ബെറ്റർ. എക്സാമിന് എപ്പോഴും എക്സാമായിട്ട് മാത്രം കാണണം. അറിയുന്ന ക്വസ്റ്റ്യൻസ് വന്നാൽ ഇങ്ങനെ ഓപ്പൺ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇമോഷണലായിട്ട് ഓരോ ടൈം കോംപ്രമൈസ് ചെയ്യരുത്. ഓക്കെ, ബിക്കോസ് നമുക്ക് മറ്റ് ക്വസ്റ്റ്യൻസ് എഴുതാനുള്ളതുണ്ട്. അപ്പോൾ ഇറ്റ് ഇസ് ബെറ്റർ ഓൾവേസ് ടൈം സ്റ്റിക്ക് ചെയ്തിട്ട് അതിൽ ഒരു പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യുക, അതിൽ സബ്ജക്റ്റ് ആഡ് ചെയ്യുക. പെർഫെക്റ്റ് ക്വസ്റ്റ്യൻ പെർഫെക്റ്റ് ഉത്തരങ്ങളിലുള്ളൂ. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ പെർഫെക്റ്റ് ആൻസർ ചിന്തിക്കരുത്. യു ബിൽഡ് ആൻസേഴ്സ്. ഓക്കെ, നല്ല ആൻസേഴ്സ് ബിൽഡ് ചെയ്യാൻ ഫാസ്റ്റായിട്ട്. അപ്പോൾ അത് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ മോക്ക് ടെസ്റ്റിൽ വരുന്നതാണ്. അത് ആൻസർ ബിൽഡ് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, സോ ദിസ് അബൌട്ട് പേപ്പർ 1. നൗ ടു പേപ്പർ 2. സോ നൗ ടു പേപ്പർ 2. പേപ്പർ 2 അഗെയിൻ നല്ല ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് ബേസിക്കലി സീക്ക് ചെയ്യണത് യുവർ സബ്ജക്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഓക്കെ, ഒരു കുറച്ച് ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ സബ്ജക്റ്റ് അണ്ടർസ്റ്റാൻഡ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, ഡിഫിക്കൽട്ട് അല്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ്, വാട്ട് അക്കോർഡിംഗ് ടു യു ആർ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ കണ്ടിന്യൂഷൻ ഓഫ് കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഓക്കെ, സോ കാസ്റ്റ് ഗുറെ ഓർ ബട്ട് ഡൂമോ യു കൻ ബ്രിങ് ചേഞ്ച് ഇൻ സൊസൈറ്റി, നോട്ട് ഓഫ് സൊസൈറ്റി. ഓക്കെ, ദെൻ ഫാക്ടേഴ്സ് പൊളിറ്റിക്സ് മാരേജ് ഓൾ ദീസ് തിങ്സിൽ കാസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ദെൻ കണ്ടിന്യൂസ് ഓഫ് കാസ്റ്റ് സിസ്റ്റം. ദെൻ യു ക്യാൻ ബ്രിങ് MN ശ്രീനിവാസ് ഒബിച്യൂറി ആർട്ടികളുടെ പേര് കൊണ്ടുവരാം. പ്ലസ് എന്താണ് കൺക്ലൂഷൻ, അഗെയിൻ സൂര്യൻ ജോത്കാർ സരോവർ, അഗെയിൻ സതീഷ് ദേശ്പാണ്ഡെ. ദെൻ എക്സിസ്റ്റ് റെലവൻസ്. ഓക്കെ, യു ക്യാൻ ബ്രിങ് ദാറ്റ്. നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന സ്ഥിരം ടെംപ്ലേറ്റ് ആണ്. കാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. ഓക്കെ, അത് വെച്ച് നിങ്ങൾക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. ഡിസ്കസ് ദ ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ഇൻഡസ്ട്രിയൽ ക്ലാസ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ. അഗെയിൻ തിയറി സൈഡാണ് നമ്മൾ പഠിക്കുന്നത്. കണ്ടന്റ് വെച്ചിട്ട് മിസ് പേപ്പർ ഇട്ടുള്ളത് വെച്ച് കണക്ട് ചെയ്യാവുന്നതാണ്. തിയറി കണക്ട് ചെയ്യാവുന്നതാണ്. പ്ലസ് അതിന് സ്റ്റാറ്റിക് സൈഡ് കണ്ടംപററി സൈഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇൻഡസ്ട്രിയൽ യൂണിറ്റ് അർബൻ അതിന് കണക്ട് ചെയ്യാവുന്നതാണ്. ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ്, പുതിയ ചേഞ്ചസ് ടെക്നോളജി, ഓൾ ദീസ് തിങ്സ് യൂസ് ദാറ്റ്. പിന്നെ ഗ്ലോബൽ ഓക്കെ ഓട്ടോമേഷൻ കണക്ട് ചെയ്യാവുന്നതാണ്. Is patriarchy key to understand different forms of inequalities in Indian society? Is patriarchy a key to understand different forms of inequalities in Indian society? Then you can say that to an extent നിങ്ങൾക്ക് പറയാത്. ഓക്കെ, സോ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഇനീക്വാളിറ്റീസ്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഇനീക്വാളിറ്റീസിൽ ദെൻ ജെൻഡർ ഡയമെൻഷൻ കൊണ്ടുവരാം, ടു ആൻ എക്സ്റ്റെൻറ്റ് കൊണ്ടുവരാം. ബട്ട് നിങ്ങൾക്ക് കൺക്ലൂഷൻ സൈഡ് ഇൻ്റർസെക്ഷനാലിറ്റി കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, അതൊരു ഓപ്ഷനാണ് എഴുതുന്ന സമയത്ത്. സോ ഈസ് പാട്രിയാർക്കി കീ ടു അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾക്കത് ഡിഫറെൻറ്റ് അതർ കണക്ഷൻസ് ആയിട്ട് ഓക്കെ കാസ്റ്റ് ക്ലാസ് ഓരോ കണക്ഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനിൽ കൊണ്ടുവരാം. ഫെമിനിസ്റ്റ് സ്കോളേഴ്സിന് കൊണ്ടുവരാം. ദെൻ ഫെമിനിസ്റ്റ് ഹിസ്റ്റോറിയൻ, ഫെമിനിസ്റ്റ് മാർക്സിയൻ നമ്മൾ പെർസ്പെക്റ്റീവ്, അങ്ങനെ ഓരോന്നും നമുക്ക് ആൻസർ കൊണ്ടുവരാം. പ്ലസ് എന്താണ് ഇൻ്റർസെക്ഷനാലിറ്റി ആൻസർ കൊണ്ടുവരാവുന്നു. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന സ്ഥിരം ടെംപ്ലേറ്റുകൾ അത് വെച്ച് ബിൽഡ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ ഡു യു തിങ്ക് ദാറ്റ് ഫാമിലി, ഇപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് അങ്ങനെയാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ ആർഗ്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാം എഴുതുന്ന സമയത്ത് ആ ബാലൻസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ നല്ലത് എഴുതുന്നത്. ദെൻ ഡു യു തിങ്ക് ദാറ്റ് ഫാമിലി ബോണ്ടിങ്സ് ആർ ബീങ് അഫക്റ്റഡ് ബൈ ചേഞ്ചിങ് കിൻഷിപ്പ് പാറ്റേൺസ് ഇൻ ഇന്ത്യ. ദെൻ ഫാമിലി ബോണ്ടിങ്സ് അഫക്റ്റഡ് ബൈ ചേഞ്ചിങ് കിൻഷിപ്പ് പാറ്റേൺസ്. ദെൻ എഗെയിൻ ആ ചേഞ്ചസിൽ കൊണ്ടുവരാം ഫാമിലി ബോണ്ടിങ്സ്. ബട്ട് എന്താണ്
ഇന്ത്യയിൽ ഇപ്പോൾ IPTSI അഗൈൻ സ്ട്രക്ചറലി ന്യൂക്ലിയർ ഫങ്ഷണൽ ജോയിൻറ്റ് കൊണ്ടുവരാം, പ്ലസ് ഫങ്ഷൻ ഓൾട്ടർനേറ്റീവ്സ്, കമ്മ്യൂണിക്കേഷൻ, വാട്സാപ്പ്, ഓൾ ദീസ് തിങ്സ് നിങ്ങൾക്ക് കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, ചേഞ്ച് വരുന്ന സമയത്തും റീയൂണിയന് വരുന്ന ഓപ്ഷൻസ് ട്രഡീഷൻ കൊണ്ടുപോകാൻ നിർത്തുന്നതിന് കൂട്ടിയിട്ട് നിങ്ങൾക്ക് ആൻസറിൽ കൊണ്ടുപോകുന്നതാണ്. ബേസിക്കലി ഉള്ള മോഡേണൈസേഷൻ ഓഫ് ദ ഇന്ത്യൻ ട്രഡീഷനൊക്കെ കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, കംപ്ലീറ്റ് ചേഞ്ച് വന്നിട്ടില്ല ആ കാര്യങ്ങൾ, സ്ട്രക്ചറിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ആൻസറിൽ കൊണ്ടുവരാവുന്നതാണ്. ദെൻ ഒക്കെ തിയറിയുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തിയറി സൈഡ് ആൻസറിൽ ഗ്രൗണ്ട് ചെയ്യാവുന്നതാണ്. Then despite the efforts the government bond level still continues in India, again a straightforward question ആണ്. Then despite the efforts, അപ്പോൾ ഓൾറെഡി എഫേർട്സുകൾ നടന്നിട്ടുണ്ട്, റൈറ്റ്, നമ്മൾ എഡ്യൂക്കേഷനിലും ഒക്കെ കൊണ്ടുവരുന്നതാണ്, ആ സെയിം ടെംപ്ലേറ്റ് വെച്ച് ബിൽഡ് ചെയ്യാവുന്നതാണ്. Then question number, differentiate between Western ideological perspectives on the study of Indian society. Okay, then critic side, unsympathetic, again okay, glorifying, കൊണ്ടുവരാം, bring out the major aspect, Gurain contribution to ideological approach. സ്റ്റാറ്റിക് അല്ല ഇന്ത്യൻ കൾച്ചറിൻ്റെ പോയിൻ്റ് സ്റ്റാറ്റിക് നേച്ചർ, സ്റ്റാറ്റിക് മീൻസ് ആ ചേഞ്ച് വരുന്നത് ആൻഷ്യൻ മിഡീവൽ മോഡേൺ ഫേസ് ആക്കി പഠിക്കുന്നത്. പിന്നെ യെസ് നിങ്ങൾക്ക് കുറച്ച് കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവരാം. ഓക്കെ, കാസ്റ്റ് ഓർ ജസ്റ്റ് മെൻഷൻ ചെയ്യാം, പൊളിറ്റിക്സിൽ വന്നത്, റിലീജിയൻ, ഓക്കെ, ഓൾ ദീസ് തിങ്സ്, ഫാമിലി കാര്യങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, പിന്നെ എൻ്റെ ഇഷ്യൂസ് വരാം, ബ്രിങ് ബുക്ക് ആൻഡ് ഫീൽഡ് കൊണ്ടുവരാൻ ആൻസറിലോട്ട് ശ്രീനിവാസിനെ കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ഒരു ക്രിട്ടിക് സൈഡ് കൊണ്ടുവരാം, പ്രൊഫസർ സ്റ്റുഡൻറ്റ് റിലേഷൻ ആണെങ്കിൽ ആൻസറിൽ കൊണ്ടുവരാവുന്നതാണ്, ഒരു എക്സ്ട്രാ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ബേസിക് കാര്യങ്ങൾ കൊണ്ടുവരാം. ഫസ്റ്റ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വെസ്റ്റേൺ ആൻഡ് ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണ്. ദെൻ വാട്ട് ആർ ഡെഫിനിഷൻ പ്രോബ്ലംസ് ഇൻവോൾവ് ആയി ഡിഫറെൻറ്റ് ട്രൈബ്സ് ഇൻ ഇന്ത്യ, നമ്മൾ സ്ഥിരം ചെയ്യിക്കുന്ന ക്വസ്റ്റൻ ആണ് അഗെയിൻ. ഓക്കെ, ദെൻ ഡിസ്കസ് ദ മെയിൻ ഒബ്സ്റ്റക്കിൾസ് ടു ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ. ദെൻ ഇഷ്യൂസ്, കണക്ഷൻ, ഓൾ ദീസ് കൊണ്ടുവരാം. പ്രൊഫസർ ശാശ കൊണ്ടുവരാം. വാട്ട് അക്കൗണ്ട് ടു ബെറ്റെ അത് ബേസ് ഓഫ് അഗ്രൈൻ ക്ലാസ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ. ഓക്കെ, അഗ്രൈൻ ക്ലാസ് സ്ട്രക്ചർ, അപ്പോൾ അതിൻ്റെ തിയറി സൈഡ് കണക്ട് ചെയ്യാം, മാക്രോ സോഷ്യോളജി കണക്ട് ചെയ്യാം, പിന്നെ ചേഞ്ചസ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, സോ ഐ തിങ്ക് 2 നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു ഇക്വേഷനാണ്. 50 മാർക്ക് ഇവിടെ നിങ്ങൾക്ക് സേഫ് ആക്കി വെക്കാവുന്നതാണ് സെക്കൻഡിൽ. ദെൻ അഗെയിൻ ക്വസ്റ്റ്യൻ നമ്പർ 3A, അഗെയിൻ സ്റ്റഡിങ് ഓഫ് മാരേജ് ഇമ്പോർട്ടൻറ്റ് ഇൻ സോഷ്യോളജി. ദെൻ സോഷ്യോളജി, ഇന്ത്യൻ സൊസൈറ്റി അല്ലേ, അപ്പോൾ മാരേജ്, ഫാമിലി, കിൻഷിപ്പ്, ലാംഗ്വേജ്, ഓൾ ദീസ് തിങ്സ്, ഇന്ത്യൻ കൾച്ചർ, ഇറാവതി കാർവെ, കബാഡി, എനി വൺ യു ക്യാൻ അസോസിയേറ്റ്. ദെൻ അത് വെച്ച് ഫാമിലി നെറ്റ്വർക്കുകൾ, കാസ്റ്റ്, ഓക്കെ, സൊസൈറ്റി, കൾച്ചർ, അനലൈസ് ഇംപ്ലിക്കേഷൻസ് ഓഫ് ചേഞ്ച് മാരേജ് പാറ്റേൺസ് ഫോർ ഇന്ത്യൻ സൊസൈറ്റി. ഇംപ്ലിക്കേഷൻസ് എടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്യാനാണ്. ഓക്കെ, അതുകൊണ്ട് ചേഞ്ചസ്, ഇഷ്യൂസ്, കോൺഫ്ലിക്റ്റുകൾ, പോളിസി പ്ലാനിങ്ങിൽ വരുന്ന കാര്യങ്ങൾ കുറച്ച് ബ്രോഡായിട്ട് ചിന്തിക്കാം. യു ക്യാൻ ബിൽഡ് ദാറ്റ്. ഓക്കെ, GS ഒരു തോട്ട് പ്രോസസ് കൊണ്ടുവരാം, ഇംപ്ലിക്കേഷൻസ് ഓഫ് ചേഞ്ച് മാരേജ് പാറ്റേൺസ്. ഓക്കെ, ദെൻ ഇഷ്യൂസ്, ദെൻ കോൺഫ്ലിക്റ്റ് കാര്യങ്ങൾ, ദെൻ മാരേജ് കൊണ്ടുവരുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇംപ്ലിക്കേഷൻസ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി ബ്രോഡാക്കാം ആൻസറിന്. ഓക്കെ, ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ GS സൈഡ് കൂടി ആൻസറിൽ കൊണ്ടുവരേണ്ടി വരും. അവിടെ നിങ്ങൾക്ക് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സ്കോളേഴ്സിനെ കൊണ്ടുവരാം, ഫെമിനിസ്റ്റ് സ്കോളേഴ്സിനെ കൊണ്ടുവരാം. ഓക്കെ, ചേഞ്ച് വേണ്ടി പറഞ്ഞ സ്കോളേഴ്സിനെ കൊണ്ടുവരാം, ഡൂമോ കൊണ്ടുവരാം. ഓക്കെ, ദെൻ 3B, do you think the constitutional provisions of women have led to their uplift? Then ഇവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, women have led to their uplift, give reasons for your answer. Fundamental duties, culture. ഓക്കെ, ആ കൾച്ചർ അഗെയിൻ ഉമ്മ ചക്രവർത്തി, അതൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ദെൻ ലെഡ് ടു ദർ അപ്ലിഫ്റ്റ്, ഗീവ് റീസൺസ് ഫോർ യുവർ ആൻസർ. ഓക്കെ, ദെൻ കുറച്ച് ഓപ്ഷൻസ് കൊണ്ടുവരാം. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് വരുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, DPSP കൊണ്ടുവരാം. ഡു യു തിങ്ക് ദറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് ഹാവ് ലെഡ് ടു ദർ അപ്ലിഫ്റ്റ്, ഇഷ്യൂസ്, ലിമിറ്റേഷൻസ്. ഓക്കെ, ദെൻ റീസൺസ് കൊണ്ടുവരും, ഓരോ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ദെൻ എക്സിക്യൂഷൻ കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ ഓരോന്ന് കൊണ്ടുവരാം. ലെജിസ്ലേച്ചറി കാര്യങ്ങൾ, ദെൻ ബിഹേവിയറൽ കാര്യങ്ങൾ കൊണ്ടുവരാം. ദെൻ അവിടെ സ്കോളേഴ്സ് കൊടുത്തിട്ട് കണക്ട് ചെയ്യാം, എഡ്യൂക്കേഷൻ, അവയർനെസ് കാര്യങ്ങൾ, ദെൻ എക്കോണമിക് ആയിട്ട് കാര്യങ്ങൾ. ഓക്കെ, അൾട്ടിമേറ്റ്ലി എന്താണ് ദെൻ ഡിസിഷൻ മേക്കിങ്ങിൽ. ഓക്കെ, ദെൻ അവയർനെസ് കാര്യങ്ങൾ കൊണ്ടുവരാം, ഇൻക്ലൂസീവ് ആ കാര്യങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, ദെൻ എഡ്യൂക്കേഷൻ ഈസ് കീ ടു സോഷ്യൽ ഡെവലപ്മെൻറ്റ്. സോ എഗൈൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ എഡ്യൂക്കേഷൻ പേപ്പർ 1, പേപ്പർ 2, ഇല്ലിട്രസി കൂടി കണക്ട് ചെയ്ത് എഴുതാം, എലൂസിഡേറ്റ് ആണ്. സോ ഇറ്റ്സ് എൻ ഈസി ക്വസ്റ്റ്യൻ അഗെയിൻ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കോൺടാക്സ്റ്റ് ബിൽഡിങ്ങിന് ടൈം മേ ബി ഇഷ്യൂസ് ഉണ്ടായിരിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഹിസ്റ്റോറിനെ വെച്ച് കണക്ട് ചെയ്യാവുന്ന ആൻസർ എഴുതുന്ന സമയത്ത്. ഓക്കെ, സോ അഗെയിൻ 3 നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, 50-50. ദെൻ how do religious communities contribute to cultural diversity of India? Different religions, T.N. Madan, India's basic nature, അത് start ചെയ്യാം. Then cultural diversity, religions. Okay, then different religious communities, family,
ദെൻ പൊളിറ്റിക്സ് വരുന്ന കണക്ഷൻസ്, അങ്ങനെ ഓരോ ബിൽഡ് ചെയ്യുന്ന സിലബസ് വെച്ചിട്ട് ദെൻ ഇതിൻ്റെ തമ്മിലുള്ള കണക്ഷൻസ്, കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. സൊല്യൂഷൻ എന്താണ്? അഗെയിൻ യു കൻ ടോക്ക് അബൌട്ട് ടോളറൻസ്, ആക്ഷൻ, യു കൻ ബ്രിങ് ദാറ്റ്. ഓക്കെ, കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ദെൻ റീജിയണൽ കാര്യങ്ങൾ കൊണ്ടുവരാം, ഒക്കെ നിങ്ങൾക്ക് ആൻസറിൽ കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, ബേസിക്കായിട്ട് ചെയ്യുന്നത് നമ്മൾ വെക്കുന്ന ചില ടെംപ്ലേറ്റുകളുടെ ആൻസർ ക്ലാസ്സിൽ അത് വെച്ച് ബിൽഡ് ചെയ്യാവുന്നതാണ്. ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്യാം, ദെൻ പെട്ടെന്ന് ഇംപ്രഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻസർ നോക്കുന്ന ഒരാൾക്കും നമുക്ക് പെട്ടെന്ന് ആൻസേഴ്സ് കൊണ്ടുവരാൻ പറ്റും. അത് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ഡിഫറെൻറ്റ് ഡൈവേഴ്സിറ്റികൾ അതോട് കണക്ട് ചെയ്യാം, ക്വിസീൻസ്, ഓൾ ദീസ് തിങ്സ്, പ്ലസ് റീജിയൻ കൂടി കൊണ്ടുവരും. മാപ്പിലൂടെ നമുക്ക് ചിന്തിക്കാം സ്പെഷ്യലായിട്ട്. ഹൗ ഡു അണ്ടർസ്റ്റാൻഡ് ബൈ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ, വാട്ട് ഇസ് ഇറ്റ്സ് റോൾ ഇൻ സ്ട്രെങ്തനിങ് ദി റൂട്ട്സ് ഓഫ് ഡെമോക്രസി ഇൻ ഇന്ത്യ. സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അഗെയിൻ വില്ലേജ് ആണ് ബേസിക്കലി, മീൻസ് ഗാന്ധി അംബേദ്കർ ആൻസർ കൊണ്ടുവരാം. വാട്ട് ഡിഫറെൻറ്റ് ഫോംസ് ആർ അൺടച്ചബിൾ സ്റ്റിൽ പ്രാക്ടീസ്ഡ് ഇൻ ഇന്ത്യ, ഡിസ്കസ് വിത്ത് സൂട്ടബിൾ ഇല്ലസ്ട്രേഷൻസ്. അത് നമ്മൾ ട്രഡീഷണൽ ഫോം ഓക്കെ മാറി പുതിയ ഫോം ഡിഫറെൻറ്റ് ഡയമെൻഷൻ കൊണ്ടുവരാം. എക്കണോമിക്, സോഷ്യൽ, ഓൾ ദീസ് തിങ്സ് വിത്ത് ഇല്ലസ്ട്രേഷൻസ് ആണ്. നിങ്ങൾക്ക് ഓരോന്നിനും ഓരോ സ്കോളർ കൊണ്ടുവരാം. അഗെയിൻ ഗാന്ധി അംബേദ്കർ കൊണ്ടുവരാം. ഓക്കെ, സോ അഗെയിൻ ദിസ് ഓൾസോ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ് 4ൽ. കുറേ സ്റ്റുഡൻസ് പറയും GS ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് പേപ്പറാണെന്നുള്ളത്. അവിടെ സബ്ജക്റ്റിനുള്ളിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും മനസ്സിലാക്കി വെക്കുക. റിലീജിയൻ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരും, ഈ വർഷം വന്നിട്ടുണ്ട്, നമ്മൾ ആൻസർ ബിൽഡ് ചെയ്ത് പോയാൽ മതി ഓൾറെഡി. ദെൻ യെസ് 5 compulsory questions. Then examine with suitable examples recent trends and growth of urban settlements in India. ഓക്കെ, ആ യൂണിറ്റിൽ നിന്ന് വരുന്നതാണ് റീസെൻറ്റ് ട്രെൻഡ്സ് ആൻഡ് ഗ്രോത്ത് ഓഫ് അർബൻ സെറ്റിൽമെൻറ്റ്സ്. ഗ്രോത്ത് വരുന്നത് നിങ്ങൾക്ക് അതിന് ഇഷ്യൂസ് എക്സാമിനാണ്, കൗണ്ടർ കാര്യങ്ങൾ കൊണ്ടുവരാവുന്ന ആൻസറിൽ. അഗെയിൻ സ്കോളേഴ്സിന് കൊണ്ടുവരാം. അർബനൈസേഷൻ തീം, ഇത് കണക്ഷൻ വിത്ത് ലേബർ മൈഗ്രേഷൻ, ഇൻഫോർമൽ സെക്ടർ, യാൻ ബ്രേമൻ. ഓക്കെ, ദെൻ റിസർവ് ഓഫ് ലേബർ, ദെൻ ഇന്ത്യൻ കോൺടെക്സ്റ്റ് അഗെയിൻ വെച്ച് ബിൽഡ് ചെയ്യാവുന്നതാണ്. ലേബർ മൈഗ്രേഷൻ, ഇൻഫോർമൽ സെക്ടർ, സർപ്ലസ് ഒക്കെ കാര്യങ്ങൾ കൊണ്ടുവരാം. മൈഗ്രേഷൻ, ഫുഡ് ലോസ്, ലേബറേഴ്സ് ആൻസറിൽ കൊണ്ടുവരാം. പിന്നെ GS സൈഡാണ്. ആർ സ്ലംസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ അർബനൈസേഷൻ ഇൻ ഇന്ത്യ. ഇൻഡസ്ട്രിയലൈസേഷൻ പ്ലസ് അർബനൈസേഷൻ, ഇത് മാത്രമല്ല ഇന്ത്യയിൽ ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. AR ദേശായി. ഓക്കെ, ഗോയിങ് ടു സിറ്റീസ്, സൊല്യൂഷൻ, നാഷണലൈസേഷൻ ഓഫ് അർബൻ റിസോഴ്സസ്, സോഷ്യലിസ്റ്റ് തോട്ട്, അതുകൂടി കൊണ്ടുവരാവുന്ന ആൻസറിൽ. ഡിസ്കസ് ചേഞ്ച് ഇൻ നേച്ചർ പൊളിറ്റിക്കൽ എലീറ്റ്സ് ഇൻ ഇന്ത്യ. യോഗേന്ദ്ര സിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പൊളിറ്റിക്കൽ എലീറ്റ്സ്. ഓക്കെ, അത് വെച്ച് കൊണ്ടുവരാം. ഇപ്പോൾ എന്താണ് നമുക്ക് റീജിയണൽ കാര്യങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, പേരൊക്കെ പിന്നെ മാറി വന്ന റീജിയണൽ കാര്യങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, ഡിഫറെൻറ്റ് ഏരിയയിൽ വരുന്നത്. പിന്നെ വിമൺ, ഓക്കെ, ദെൻ അതിൻ്റെ കാസ്റ്റ് ഡയമെൻഷൻ കൊണ്ട് ദലിത് മൂവ്മെൻറ്റ്സിനെ കൊണ്ട് കൊണ്ടുവരാം. ആ കാര്യങ്ങൾ കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, പൊളിറ്റിക്കൽ എലീറ്റ്സ്. ദെൻ വാട്ട്സ് യുവർ അസസ്മെൻറ്റ് ഓഫ് റീസെൻറ്റ് ഫാമേഴ്സ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. അത് കണ്ടംപററി കാര്യമാണ്. നിങ്ങൾക്ക് ആ സോഷ്യൽ മൂവ്മെൻറ്റ്സ് യൂണിറ്റ് എടുക്കാം. അഗ്രികൾച്ചർ മൊത്തം കണക്ട് ചെയ്ത് മൂവ്മെൻറ്റ് അത് വെച്ച് കണക്ട് ചെയ്യാവുന്നതാണ് ഫാമേഴ്സ് മൂവ്മെൻറ്റ്. ഓക്കെ, തിയറി സൈഡ് കൂടെ കണക്ട് ചെയ്യാം. ഗിഡൻസ് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അത് വെച്ച് ആൻസർ ബിൽഡ് ചെയ്യാം. ഓക്കെ, തിയറി സൈഡ് നമ്മൾ ക്ലാസ്സിൽ ചെയ്യിക്കാറുള്ളതാണ്. പൊളിറ്റിക്സിൻ്റെ യൂണിറ്റിൽ മൂവ്മെൻറ്റ് വന്ന് എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ 6A, ഡിസ്കസ് മേജർ ചാലഞ്ചസ് റിലേറ്റഡ് ടു വുമൻസ് റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇൻ ഇന്ത്യ. ഡിസ്കസ് മേജർ ചാലഞ്ചസ്. ഓക്കെ, ദെൻ വാട്ട് മെഷേഴ്സ് വുമൻസ് റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡിഫറെൻറ്റ് ചാലഞ്ചസ് ആണ്. വാട്ട് മെഷേഴ്സ് വുഡ് സൈഡ് ടു ഓവർകം ദീസ് ചാലഞ്ചസ്. അഗെയിൻ നമ്മൾ സിലബസിലുണ്ട്, പ്ലസ് നമ്മൾ GS പഠിക്കുന്നതാണ്. ജെൻഡർ കാര്യങ്ങൾ കൊണ്ടുവരാം. ഫെമിനിസം, ജെൻഡറിൻ്റെ പ്ലസ് മൈനസ് കണക്ട് ചെയ്തിട്ട് ആൻസർ ബിൽഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഹൗ ക്യാൻ സസ്റ്റൈനബിലിറ്റി ബി അച്ചീവ്ഡ് ഇൻ ഇന്ത്യൻ വേർ ലൈവ്ലിഹുഡ് നീഡ്സ് കോൺഫ്ലിക്റ്റ് വിത്ത് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഓക്കെ, അത് ബേസിക് കോൺസെപ്റ്റ്. ഇന്ത്യയിലെ ഇഷ്യൂസ് യു ക്യാൻ ബ്രിങ് എനി സ്കോളർ, മേ ബി സുകുമാർ ചക്രവർത്തി. How can sustainability be achieved in India where livelihood needs conflict with environmental protection? So അത് നമ്മൾ ഫോറസ്റ്റ് റിസോഴ്സ് ആ കാര്യങ്ങൾ കൊണ്ടുവരാം. ദെൻ ഇഷ്യൂസ് കൊണ്ടുവരാം. അതിൻ്റെ പ്ലസ് എന്താണ് ഡെമോഗ്രാഫി ഡിവിഡൻറ്റ്, ദെൻ റിസോഴ്സ് യൂട്ടിലൈസേഷൻ. ഓക്കെ, ദെൻ പ്ലേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ്, പ്ലേസിൻ്റെ ആ കാര്യങ്ങൾ മാനേജ് ചെയ്യുക. അതിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ കൊണ്ടുവരാം. എൻവയോൺമെൻറ്റ് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് GS ആൻസർ ഉണ്ടല്ലോ അത് വെച്ച് ബിൽഡ് ചെയ്യാം. പ്ലസ് അതിലോട്ട് സ്കോളേഴ്സിനെ കൊണ്ടുവരാം. ഓക്കെ, ഓരോ സ്കോളറിനെ കണക്ട് ചെയ്യാൻ ആൻസറിലോട്ട് ബിൽഡ് ചെയ്യാം. ആ എൻവയോൺമെൻറ്റ് തീം നമ്മൾ ചെയ്യണതുണ്ട്. ഡെവലപ്മെൻറ്റ് പ്ലാനിങ് ആ കാര്യങ്ങൾ, ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യങ്ങൾ, പിന്നെ പ്രോ പുവർ, ഓൾ ദീസ് തിങ്സ്. ഓക്കെ, വെച്ച് കണക്ട് ചെയ്യാവുന്ന ആൻസറിൽ. ദെൻ യെസ് ഇന്ത്യയിലെ റിസോഴ്സസ്. ഓക്കെ, അതൊക്കെ വെച്ച് ആൻസർ ബിൽഡ് ചെയ്യാവുന്നതാണ്. GS ടൈപ്പ്. ഇപ്പോൾ നിങ്ങൾ ആൻസർ റൈറ്റിംഗ് സ്പീഡ് ഒരു പോയിൻ്റാണ് അതിൽ. GS ആൻസർ റൈറ്റിംഗ് സ്പീഡ്, ആൻസർ തിങ്കിങ് സ്പീഡ് കൂടുതലാണെങ്കിൽ അത് പെട്ടെന്ന് ഡയമെൻഷൻസ് ബ്രിങ് ചെയ്യാവുന്നതാണ്. അച്ചീവ്ഡ് ഇൻ ഇന്ത്യ വേർ ലൈവ്ലിഹുഡ് നീഡ്സ് കോൺഫ്ലിക്റ്റ് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ. ഓക്കെ, ദെൻ ആ ഇഷ്യൂസ് അതിൻ്റെ ഫോറസ്റ്റ് കാര്യങ്ങൾ, ദെൻ റിസോഴ്സസ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ കോമൺസ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവരാവുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ ആൻസർ ബിൽഡ് ചെയ്ത് പോകാവുന്നതാണ്. പിന്നെന്താണ് ആക്ച്വലി ലൈഫ് സ്റ്റൈലിലെ കാര്യങ്ങൾ, ദെൻ റിസോഴ്സ് റിക്വയർമെൻറ്റുകൾ ആൻസർ കൊണ്ടുവരാവുന്ന. സസ്റ്റൈനബിലിറ്റി അച്ചീവ്ഡ് ഇൻ ഇന്ത്യ, ബിഹേവിയറൽ ദെൻ പോളിസി പ്ലാനിങ്ങിൻ്റെ കാര്യം, അവയർനെസ് കാര്യങ്ങൾ. ഓക്കെ,
ആൾക്കാർക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് കൊടുക്കുന്നത്, ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങൾ. ഓക്കെ, പിന്നെ അഗെയിൻ നിങ്ങൾക്ക് ജനറൽ ഫ്രെയിംവർക്ക്, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ആൻസർ ബിൽഡ് ചെയ്യാവുന്നതാണ് 6 സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ട്. ഫൺ ക്രിട്ടിക്കൽ എക്സാം ദ റെലവൻസ് ഡെവലപ്മെൻറ്റ് പ്ലാനിങ് ഇന്ത്യ, ഓക്കെ. ദെൻ സ്റ്റാർട്ടിങ് 1947 ആ കേസ് കൊളോണിയൽ ഡിപ്പെൻഡൻസി അവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഇഷ്യൂസ് ഡിഫറെൻറ്റ് സോഷ്യൽ ഇനീക്വാളിറ്റീസ്, കാസ്റ്റ് ഹൈറാർക്കി അത് കൊണ്ടുവരാം. ഓക്കെ, ഡിഫറെൻറ്റ് ഇനീക്വാളിറ്റീസ് കൊണ്ടുവരാം. ദെൻ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്, ഇതിനുള്ളിൽ നടക്കുന്ന ഇഷ്യൂസ്, പോസിബിലിറ്റീസ്, ഗവൺമെൻറ് എഫേർട്സ്, ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ആൻസർ കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, നമ്മൾ ചെയ്യിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ക്ലാസ്സിൽ. അപ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യണം അതിൻ്റെ. ഓക്കെ, ഡെവലപ്മെൻറ്റ് പ്ലാനിങ്ങിൻ്റെ കേസ്, ഡിഫറെൻറ്റ് തോട്ടുകൾ, 5 ഇയർ പ്ലാൻ, അതൊക്കെ ആൻസറിൽ കൊണ്ടുവരാവുന്നതാണ്. ആ പ്ലാനിങ് അതേപോലെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് വരുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ ട്രാൻസിഷൻ സൊസൈറ്റി, ഓക്കെ, ഇവിടുത്തെ ഇനീഷ്യൽ കേസ്, ട്രഡീഷണൽ കേസ്, ആ ചേഞ്ച് വരുന്നത്. ദെൻ ഡൂമോ ആൻസർ കൊണ്ടുവരാവുന്നതാണ്. സ്കോളേഴ്സിനെ റൂട്ട് ചെയ്യുക, ദെൻ നിങ്ങൾക്ക് അത് ഗ്രൗണ്ട് ചെയ്തിട്ട് ദെൻ ആൻസർ ബിൽഡ് ചെയ്യാവുന്നതാണ്. ദെൻ അനലൈസ് എ ട്രയോളജി ബിറ്റ്വീൻ എൻവയോൺമെൻറ്റ് മൂവ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ് ആൻഡ് ട്രൈബൽ ഐഡൻറ്റിറ്റി. നമ്മൾ മോക്ക് ടെസ്റ്റ് ഒരു ട്രയോളജി ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു, കൾച്ചർ ലോ ആൻഡ് പാട്രിയാർക്കി. അത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. അതാണ് ഇവിടെ ചോദിച്ചത്, എൻവയോൺമെൻറ്റ് മൂവ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ് ആൻഡ് ട്രൈബൽ ഐഡൻറ്റിറ്റി. എൻവയോൺമെൻറ്റ് മൂവ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ്, ട്രൈബൽ ഐഡൻറ്റിറ്റി, അത് എന്തായാലും മെയിൻ തീം വന്നിട്ടുണ്ടായിരിക്കുക. നിങ്ങൾക്കത് ശാശ വെച്ച് കണക്ട് ചെയ്യാവുന്നതാണ്, എയർ ദേശ വെച്ച് കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ റിസോഴ്സ് യൂട്ടിലൈസേഷൻ, ദെൻ അവിടെ അഗൈൻ ഗുറിയ എൽവിനെ കൊണ്ടുവരാം നിങ്ങൾക്ക്. ദെൻ മൈഗ്രേഷൻ ഇഷ്യൂസ്, റിസോഴ്സ് യൂട്ടിലൈസേഷൻ ഇഷ്യൂസ്, ഇൻറ്റഗ്രേഷൻ ഇഷ്യൂസ് കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, ദെൻ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരാം, അത് പോളിസി പ്ലാനിങ്ങിൽ അങ്ങനെ കൊണ്ടുവരാം. ദീക്ക് ബ്രിങ് ശാശ, പ്രൊഫസർ ശാശ ഓൾസോ. ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഹാവ് ദി ലീഗൽ പ്രൊവിഷൻ ബീൻ ഡിഫറെൻറ്റ് കർബിംഗ് To what extent have the legal provisions been effective in curbing violence against women in India? Give your argument. Okay. Then again, legal provisions effective. Okay. അത് സോഷ്യലൈസേഷൻ്റെ കാര്യങ്ങളിൽ അഗെയിൻ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ ലേറ്റൻസിൻ്റെ കാര്യം കൊണ്ടുവരാവുന്നതാണ്. ബിഹേവിയർ ചേഞ്ച്, ഓൾ ദീസ് നിങ്ങൾക്ക് ആൻസറിൽ കൊണ്ടുവരാം. ട്രേ സോഷ്യൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ എജൻസ് ഓഫ് ദ ദലിത് മൂവ്മെൻറ്റ്സ് ഇൻ മോഡേൺ ഇന്ത്യ. ഓക്കെ, ദെൻ കാസ്റ്റ് ട്രഡീഷണൽ ഇഷ്യൂസ്. ദെൻ പിന്നെ വരുന്ന നിങ്ങൾക്ക് ഇവിടെ തിയറി കണക്ട് ചെയ്യാം, മോഡേൺ വാല്യൂസ് വരുന്നത്, പ്ലസ് ദെൻ ഗാന്ധി അംബേദ്കർ ആൻസറിൽ കൊണ്ടുവരാം. ഓക്കെ, അതിൽ 3 സ്റ്റാറ്റിക് കണ്ടൻറ് ഉണ്ട്, അത് ആൻസർ ബിൽഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പോഴത്തെ കേസോട് ആൻസറിൽ കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, സോഷ്യൽ ഹിസ്റ്റോറിക്കൽ ദലിത് മൂവ്മെൻറ്റ്സിൻ്റെ മോഡേൺ ഇന്ത്യ. അപ്പോൾ നിങ്ങൾക്ക് ഗാന്ധി അംബേദ്കറും പിന്നെ വെസ്റ്റേണൈസേഷൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ആൻസറിൽ കൊണ്ടുവരാം, സോഷ്യൽ ചേഞ്ച് ആൻസറിൽ കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, ദെൻ അഗെയിൻ ഇവിടെ റൈഡർ വെച്ചിട്ടുണ്ട് അവർ. ഹൈലൈറ്റ് ദ മേജർ കോൺട്രിബ്യൂഷൻസ് ഓഫ് റിഫോം മൂവ്മെൻറ്റ്സ് ഇൻ പ്രീ ഇൻഡിപെൻഡൻറ്റ് ദെൻ ഇന്ത്യ. ദെൻ കോൺട്രിബ്യൂഷൻസ് GS നമ്മൾ കണ്ടൻറ് ഉണ്ടായിരിക്കും. ഓക്കെ, അതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, തിയറി കൊണ്ടുവരാം. ഓക്കെ, സോ അവിടെ നിങ്ങൾക്ക് അഗെയിൻ MOIT കൊണ്ടുവരാം. ഓക്കെ, വെസ്റ്റേണൈസേഷൻ കൊണ്ടുവരാം, അതിന് ഇഷ്യൂസ്. ബട്ട് അഗെയിൻ അതിൻ്റെ ലിമിറ്റേഷൻസ്, ശ്രീനിവാസ് തന്നെ പറയുന്ന ലിമിറ്റേഷൻസ് നിങ്ങൾക്ക് ആൻസറിൽ കൊണ്ടുവരാവുന്നതാണ്. ദെൻ ഐഡൻറ്റിഫൈ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഇനീക്വാലിറ്റീസ് അസോസിയേറ്റ് അഗ്രേറിയൻ സോഷ്യൽ സ്ട്രക്ചർ. ഓക്കെ, ഒന്ന് ജനറൽ, ഓക്കെ, ഇഷ്യൂ വേഴ്സ് റീജിയണൽ, യോഗേന്ദ്ര സിംഗ് കൊണ്ടുവരാം, അത് ചാൻസർ സ്റ്റാർട്ട് ചെയ്യാം. പ്ലസ് അഗ്രേറിയൻ സോഷ്യൽ സ്ട്രക്ചർ, അതിൽ വരുന്ന ഡിഫറെൻറ്റ് വേരിയബിൾസ്. ഓക്കെ, ക്ലാസ്സിൽ ചെയ്യുന്ന ക്ലാസ്, കാസ്റ്റ്, ഓൾ ദീസ് തിങ്സ് കൊണ്ടുവരാം. ഇനീക്വാളിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് അഗ്രേറിയൻ സോഷ്യൽ സ്ട്രക്ചർ. ഓക്കെ, പിന്നെ ഇപ്പോഴത്തെ ചേഞ്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് കൊണ്ടുവരാം, പോളിസികൾ കൊണ്ടുവരാം. ഓക്കെ, ഇതുകൂടെ ആൻസറിൽ കൊണ്ടുവരാം നിങ്ങൾക്ക്. ദെൻ ഇനീക്വാളിറ്റീസ് ആണ്, സോ സൊല്യൂഷൻസ് എന്താണ്, അഗെയിൻ ഒരു ഇൻക്ലൂസീവ് ആ പോയിന്റിൽ നിങ്ങൾക്ക് ഒരു ആൻസർ കൺക്ലൂഷൻ കൊണ്ടുവരാവുന്നതാണ്. ദെൻ അൾട്ടിമേറ്റ്ലി വാട്ട് ആർ പ്രഷർ ഗ്രൂപ്പ്സ്, ഡിസ്കസ് ദ റോൾ ഇൻ ഡിസിഷൻ മേക്കിംഗ് ഇൻ ഡെമോക്രസി. സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, പ്രഷർ ഗ്രൂപ്പ്. നമ്മൾ സ്ഥിരം കോണ്ടന്റ് വെക്കുന്നതാണ് പ്രഷർ ഗ്രൂപ്പ് എന്താണെന്നുള്ളത്. പിന്നെ ട്രാൻസിഷൻ സൊസൈറ്റി, ഇവിടെ പ്ലൂറൽ കോൺസെപ്റ്റ് കൊണ്ടുവരാം. ഓക്കെ, ഡിസിഷൻ മേക്കിങ്ങിന്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് വേറെ പറയാം പ്ലൂറൽ കാര്യങ്ങളും. ബട്ട് എന്താണ്, പിന്നെ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകൾ, അതിൻ്റെ ഇഷ്യൂസും ക്യാപ്ചർ കാര്യങ്ങൾ കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, സോ അതും നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാവുന്നൊരു ആൻസറാണ്. ഇപ്പോൾ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ ടഫായിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ചില തീമുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഫാമിലി, മാരേജ്, വിമൺ, ജെൻഡർ കോൺസെപ്റ്റൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് അവിടെ വന്നിട്ടുണ്ട്. ഫൈൻ, സോ നിങ്ങൾക്ക് 8 സെലക്ട് ചെയ്യാവുന്നതാണ് ഒരു ഓപ്ഷൻ. ദെൻ 7 സെലക്ട് ചെയ്യാവുന്നതാണ്, 6 സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിൽ സബ്ജക്റ്റ് കണക്ട് ചെയ്താൽ മതി. നമ്മൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് പറയുന്ന അതാണ് ക്ലാസ്സിൽ ആക്ച്വലി. അത് നമ്മൾ കാൻഡിഡേറ്റ് ചെയ്യുന്ന എക്സാമുകളിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് അതിലൂടെ ഹയർ അക്കാഡമിക്സ് യൂസ് ചെയ്തിട്ട് ഒരു ഫാക്കൽറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നുള്ളതല്ല. ഓക്കെ, ഐ ഡോണ്ട് ഡു ദാറ്റ്. കാൻഡിഡേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻസ് മാനേജ് ചെയ്യുക അതിൽ. ദെൻ അഗൈൻ 5 is കമ്പൾസറി. ദെൻ 4 this one also you can do, 4C. ദെൻ 4 ദെൻ 3 നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ സ്റ്റുഡൻസിൽ ഇവിടെ ഒരു ഇഷ്യൂ ഒക്കെ എക്സൈറ്റ് ഉണ്ടായിരിക്കാം, ബെറ്റേഡ് മേ ബി. ഓക്കെ,
ഒന്ന് രണ്ട് സ്റ്റുഡൻസ് പറഞ്ഞിരുന്നു, ടെസ്റ്റിന് വന്ന സ്റ്റുഡൻസ്. ദെൻ ആ കേസ് ഉണ്ട്. ബട്ട് ജനറലി സ്പീക്കിംഗ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ വെക്കാൻ ബെറ്റർ കോൺസെപ്റ്റ് വെച്ചിട്ട് അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് 2 പേപ്പർ 2 കുറേ കൂടി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിൽ. പിന്നെ ടെക്നിക്കലി വേർഡ് അറിയാത്തൊരു ഇഷ്യൂ ഉണ്ടാവണമെന്നില്ല. again കമ്പൾസറി ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മൾ പറഞ്ഞത് ദെൻ പേപ്പർ അങ്ങനെ ആസ് സച്ച് ഡിഫിക്കൽട്ട് പേപ്പർ ആയിരുന്നില്ല. ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, ഒന്ന് ഡൈനാമിക് ആവുന്നുണ്ട്. അത് നമ്മൾ കാൻഡിഡേറ്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന തിയറി എപ്പോഴും സ്ട്രോങ് ആയിരിക്കുക. ദെൻ ആ തിയറി സൈഡ് അതിൻ്റെ ദെൻ കോണ്ടൻറ്റ് പ്ലസ് അതിന് ക്രിട്ടിക്കൽ സൈഡ് ക്ലിയർ ആയിരിക്കുക. ദെൻ കീവേഡ്സ് കൊണ്ടുവരാൻ നോക്കുക ആൻസറിൽ. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അതിന് GS ടൈപ്പ് അവയർനെസ് സ്ട്രോങ് ആയിരിക്കണം. അത് നിങ്ങൾ GS എഴുതുമ്പോൾ അത് കിട്ടും. ഓക്കെ, പ്ലസ് നമ്മൾ എന്താ ചെയ്യുക, അതിൽ സബ്ജക്റ്റിലൂടെ ഇഞ്ചെക്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സബ്ജക്റ്റ് ആൻസർ വരും. അതിലത് സബ്ജക്റ്റിലൂടെ ആൻസർ ചിന്തിച്ച് ഫ്രെയിം ചെയ്യാനൊരു കാൻഡിഡേറ്റ് 1 year പഠിക്കുന്നൊരു കാൻഡിഡേറ്റ് പ്ലസ് 3 hours ആൻസർ ചെയ്യുന്ന കാൻഡിഡേറ്റ് ചിലപ്പോൾ പറ്റണം എന്നില്ല. അപ്പോൾ അത് കാൻഡിഡേറ്റിൻ്റെ ഭാഗത്ത് സംസാരിച്ചത്. ആസ് എ ഫാക്കൽറ്റി ഞാൻ ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ എനിക്ക് ആസ് എ ഫാക്കൽറ്റി എനിക്ക് അഡ്വാൻസ് അക്കാഡമിക്സ് യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് നമ്മൾ ക്ലാസ്സിൽ അത് വരുന്നില്ലല്ലോ. നമ്മൾ ദെൻ ജനറലി നമ്മൾ കാൻഡിഡേറ്റിൻ്റെ ഭാഗത്താണ് ചിന്തിക്കുന്നത് എക്സാം എഴുതുന്ന സമയത്ത്. അപ്പോൾ ഞാൻ കാൻഡിഡേറ്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫാക്കൽറ്റി ആവുന്ന സമയത്ത് നമുക്ക് ഇവിടെ അഡ്വാൻസ് അക്കാഡമിക്സ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതല്ല നമ്മൾ കാൻഡിഡേറ്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ബ്രീഫായിട്ട് പറഞ്ഞത്. അപ്പോൾ സബ്ജക്റ്റ് ഐഡിയ ഉള്ളൊരു കാൻഡിഡേറ്റിന് ദെൻ GS പ്ലസ് കുറച്ച് ദെൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, GS ഫാസ്റ്റ് ആയിട്ട് ആൻസർ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റിന് സബ്ജക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ടാക്കിൾ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. GS ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പിള്ളേർ പറയുന്നത്. ബട്ട് ദെൻ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യാറുള്ള ക്ലാസ്സിൽ തിയറി സൈഡ് കോണ്ടൻറ്റ് കീവേഡ്സ് വെച്ച് പഠിപ്പിക്കും. ദെൻ റെഡിമെയ്ഡ് പോയിൻറ്റ്സ് പ്ലസ് ദെൻ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ആ കണ്ടൻറ് ലിസ്റ്റ് കൊടുക്കും. സ്കോളറിൻ്റെ മീൻസ് കണ്ടൻറ്റിൽ റെഡിമെയ്ഡ് കണ്ടൻറ്റ് കൊടുക്കും നമ്മൾ. പ്ലസ് സ്കോളേഴ്സ് ലിസ്റ്റ് കൊടുക്കും, തിയറി പോയിൻറ്റുകൾ. അത് ആൻസർ ബിൽഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇൻട്രൊഡക്ഷൻ ഫിറ്റുകൾ, കൺക്ലൂഷൻ ഫിറ്റുകൾ. നമ്മളിപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഇനീക്വാളിറ്റി. ഓക്കെ, ഇത് ആൻസർ കൊണ്ടുവരാം, റൂറൽ ഏരിയ ആൻസർ കൊണ്ടുവരാം. പിന്നെ കൺക്ലൂഷൻ ഫിറ്റുകൾ, ഓക്കെ, ഇൻക്ലൂസ് ചെയ്യാൻ കാര്യങ്ങൾ കൊണ്ടുവരാം. ഇതിന് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇൻ്റർ ഡിസിപ്ലിനറി കൊണ്ടുവരാം ആൻസറിൽ. അപ്പോൾ നമ്മൾ അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ആൻസറിൽ വേണമെങ്കിൽ കൊണ്ടുവരാവുന്നതാണ്. ഇൻ്റർസെക്ഷനാലിറ്റി, ഇൻ്റർ ഡിസിപ്ലിനാരിറ്റി, ഇതൊക്കെ ആൻസറിൽ കൊണ്ടുവരാവുന്ന ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. അപ്പോൾ കുറച്ച് കൺക്ലൂഷൻ ഫിറ്റുകളുണ്ട്, കുറച്ച് ഇൻട്രൊഡക്ഷൻ ഫിറ്റുകളുണ്ട്. അത് ക്വസ്റ്റ്യൻ മാറി കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്ന സമയത്തും എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ദെൻ നമ്മൾ ക്ലാസ്സിൽ ട്രെയിൻ ചെയ്യാറ് അതാണ് മെയിൻ സ്റ്റുഡൻസിന്. ദെൻ അതൊരു ഓപ്ഷനാണ്. ഓക്കെ, നിങ്ങൾ സബ്ജക്റ്റ് അഗെയിൻ GS കറണ്ട് അഫെയർസ്, ഓക്കെ, ഇൻട്രോ കൺക്ലൂഷൻ എഴുതിയിട്ട് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. അതൊക്കെ ഒരു ഓപ്ഷനാണ് എഴുതുന്ന സമയത്ത്. ഓക്കെ, അൾട്ടിമേറ്റ്ലി നിങ്ങൾ ആൻസർ എഴുതുന്ന സമയത്ത് പെർഫെക്റ്റ് ആൻസർ ചിന്തിച്ച് നിൽക്കരുത്. അപ്പോൾ ടൈം പോകും. ഈസിയാന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഡിസീവ് ചെയ്ത് ടൈം പോകും. വേറെ സ്ഥലത്ത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ 30-40 മാർക്ക് കോംപ്രമൈസ് ചെയ്തിട്ട് അത് ബുദ്ധിമുട്ടാവും മെയിൻസ് പിന്നെ ക്ലിയർ ചെയ്യാൻ. ഓക്കെ, സോ ഇറ്റ് ഈസ് ബെറ്റർ ആ ടൈമിനുള്ളിൽ ഈ ടൈമിനുള്ളിൽ മാക്സിമം ബെസ്റ്റ് പോയിൻറ്റ്സ് കൊണ്ടുവരിക, അത് സബ്ജക്റ്റ് കൊണ്ടുവരിക. ഇതാണ് കാൻഡിഡേറ്റിന് ചെയ്യാൻ പറ്റും. ബിക്കോസ് നമ്മളിവിടെ കാണുന്ന കോമ്പിനേഷൻ ടോപ്പിക്കുകൾ 3 വേരിയബിൾ ടോപ്പിക്, ഓക്കെ, അത് നമ്മൾ ആക്ച്വലി ക്വസ്റ്റ്യൻ പേപ്പറിലാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ദെൻ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ട്രൈബൽ ഐഡൻറ്റിറ്റി, എൻവയോൺമെൻറ്റ് ആൻഡ് ട്രൈബൽ എന്ന് 1 2 2 3 1 3 അങ്ങനെ എഴുതാൻ പറ്റില്ല. ഇതൊരു കോമ്പിനേഷൻ ആണല്ലേ, ട്രയോളജിയാണ്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ബിൽഡ് ചെയ്യേണ്ടി വരും. അതിന് കോർ ഐഡിയയിലോട്ട് സബ്ജക്റ്റ് കൊണ്ട് ഇതാണ് എക്സാം ഹോളിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മളത് എക്സാമിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത്, പ്രാക്ടിക്കലായിട്ട് കാൻഡിഡേറ്റിന് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇതാണ് അനാലിസിസ്. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിരുന്നില്ല, ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആപ്ലിക്കേഷൻ സബ്ജക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് നോക്കുന്ന ക്വസ്റ്റ്യൻസ്, അത് പഠിക്കുന്ന കോൺസെപ്റ്റ് ക്ലാരിറ്റിയും ദെൻ കുറച്ച് ജനറൽ അവയർനെസ് സബ്ജക്റ്റിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലായ ഒരു കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാൻഡിഡേറ്റിന്. ഓക്കെ, ഇപ്പോൾ മാർക്സിംഗ് ലിസ്റ്റ് സ്കോളേഴ്സ്, ഫെമിനിസ്റ്റ് സ്കോളേഴ്സ് അങ്ങനെയുള്ള ലിസ്റ്റുള്ളൊരു കാൻഡിഡേറ്റിന് മാനേജ് ചെയ്യാവുന്ന. ഇപ്പോൾ ഇൻഫോർമൽ സെക്ടറാണ് യാൻ ബ്രേമൻ, കുറച്ച് സ്കോളേഴ്സ്, ആ മാനേജ് കാൻഡിഡേറ്റിന് ആ ഡൈമെൻഷൻസിലോട്ട് സ്കോളേഴ്സിന് കൊടുത്താലും മതി. ഡൂവബിൾ ആയിട്ടുള്ള പേപ്പർ ആയിരുന്നു. ആൻഡ് സോ ഇതാണ് ഈ വർഷത്തെ അനാലിസിസ്. ഓക്കെ, സോ ഇനി എഴുതാൻ പോകുന്നവർക്കും, ഓക്കെ, ഇപ്പോൾ എഴുതിയ കാൻഡിഡേറ്റ്സിനും ബെസ്റ്റ് വിഷസ്. ഇനി എഴുതാൻ പോകുന്നവർക്കും നിങ്ങൾക്ക് ഡൗട്ട്സ് എങ്കിൽ ദെൻ യു ക്യാൻ അപ്രോച്ച് us. ഓക്കെ, സോ താങ്ക് യു. Lead IAS, crafted by the toppers.